عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ-ഉസൂലു സലാസ എന്ന ഈ റിസാലയുടെ അവസാന ഭാഗത്ത് അമ്പിയാക്കൾ അവരുടെ ദഅവത്തിന്റെ ആകത്തുക എന്താണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഈ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സകല അമ്പിയാക്കളും അവർ സമൂഹത്തെ ക്ഷണിച്ചത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, നാം എല്ലാ സമൂഹത്തിലേക്കും, അവിടെ കുൽ എന്നുള്ള പ്രയോഗം പണ്ഡിതന്മാർ പറയുന്നു ഒരു സമൂഹവും അവിടെ നിന്ന് ഒഴിവാകുന്നില്ല. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ലോകത്തേതൊരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരിലേക്കെല്ലാം അള്ളാഹു മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് ആ മുർസലീങ്ങൾ? ഒരേ സ്വരത്തിൽ അവരോട് പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന താഗൂത്തുകളെ നിങ്ങൾ വെടിയണം. വകുല്ലു ഉമ്മത്തിൻ ബഅസല്ലാഹു ഇലൈഹാ റസൂല. അപ്പൊ എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു മുർസലുകളെ നിയോഗിച്ചിട്ടുണ്ട്. മിൻ നൂഹിൻ ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ റസൂലായ അദ്ദേഹം മുതൽ അവസാനത്തെ നബിയും റസൂലുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ യഅ്മുറുഹും ബിഇബാദത്തില്ലാഹി വഹ്ദഹു. അവരാ സമൂഹങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. വയൻഹാഹും അൻ ഇബാദത്തി ത്വാഗൂത്ത്, ത്വാഗൂത്തുകളെ ഇബാദത്ത് ചെയ്യരുതെന്ന് അവർ വിലക്കുകയും ചെയ്തു. അതിനുള്ള തെളിവാണ് നമ്മൾ നേരത്തെ ഓതിയ സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്ത്. ശേഷം ഷെയ്ഖുൽ ഇസ്ലാം തുടരുന്നു, വഫ്തറദല്ലാഹു അലാ ജമീഇൽ ഇബാദ് അൽ കുഫ്ര ബിത്താഗൂതി വൽ ഈമാന ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുഴുവൻ സമൂഹങ്ങളിലേക്കും മുർസലീങ്ങളെ നിയോഗിച്ചുകൊണ്ട് അവന്റെ സകല അടിമകൾക്കും മേൽ നിർബന്ധമാക്കി. വഫ്തറദല്ലാഹു അലാ ജമീഇൽ ഇബാദ്. മറ്റുള്ളവർ നോക്കാം, കണ്ടില്ലേ? വഫ്തറദല്ലാഹു അലാ ജമീഇൽ ഇബാദ്, അല്ലാഹുവിന്റെ മുഴുവൻ അടിമകൾക്കു മേലും നിർബന്ധമാക്കി അൽ കുഫ്ര ബിത്താഗൂത്ത്, താഗൂത്തുകളെ നിഷേധിക്കണമെന്നത്. വൽ ഈമാന ബില്ലാഹ്, അല്ലാഹുവിൽ ഈമാൻ കൈക്കൊള്ളണമെന്നത്. ഇതാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം. അൽ കുഫ്ര ബിത്താഗൂത്ത് വൽ ഈമാന ബില്ലാഹ്. ഇതാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ തഫ്സീറാണിത്. ലാ ഇലാഹ അൽ കുഫ്ര ബിത്താഗൂത്ത്, ഒരു ഇലാഹുമില്ല. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ഇലാഹുകളും സകല ആരാധ്യന്മാരും താഗൂത്തുകളും നിഷേധിക്കപ്പെടണം. ഒരു ഇലാഹുമില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലവിന് മാത്രമാണ് ഇബാദത്ത് നാം സ്ഥിരീകരിക്കേണ്ടത്. അതാണ് ഈമാനു ബില്ലാഹ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ്, അതാണ് ഇല്ലല്ലാഹ്. വജ്തനിബുത് താഗൂത്ത്, അതാണ് ലാ ഇലാഹ. അൽ ഈമാനു ബില്ലാഹ് വൽ കുഫ്റു ബിത്താഗൂത്ത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സമൂഹങ്ങളിലെയും അവന്റെ മുഴുവൻ അടിമകൾക്കും മേൽ മുർസലീങ്ങളെ നിയോഗിച്ചുകൊണ്ട് നിയമമാക്കിയ ഇസ്ലാമിന്റെ ദീനിന്റെ അടിത്തറ. അതാണ് തൗഹീദ്. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാചകം ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ കൊണ്ടുവരികയാണ്. എന്താണത്? മഅന താഗൂത്ത്. അപ്പൊ നമ്മൾ താഗൂത്തിനെ നിഷേധിക്കണം, അല്ലാഹുൽ ഈമാൻ കൈക്കൊള്ളണം. അല്ലാഹുൽ ഈമാൻ എന്താണ് നമ്മൾ വിശദീകരിച്ചു. ഇനി ഇതിൽ നമുക്ക് അപരിചിതമാകുന്ന വാചകം വാക്ക് ഏതാണ്?
താഗൂത്ത്. എന്താണ് താഗൂത്ത്? ആ താഗൂത്ത് എന്താണെന്ന് വിശദീകരിക്കാൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു നിർവചനം ഷെയ്ഖ് ഇവിടെ കൊണ്ടുവരാൻ. അപ്പൊ മാകുന്ന താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, നമ്മൾ നിഷേധിക്കേണ്ടുന്ന താഗൂത്തിന്റെ അർത്ഥമെന്നാൽ മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ. ഒരടിമ അവൻ ആരാധിക്കുന്ന ആരാധ്യന്മാരുടെ വിഷയത്തിലോ ഔ മത്ബൂഇൻ അവൻ പിൻപറ്റുന്നവരുടെ വിഷയത്തിലോ ഔ മുതാഇൻ അവൻ അനുസരിക്കുന്നവരുടെ വിഷയത്തിലോ ദീനിന്റെ പരിധി ലംഘിക്കുക. അങ്ങനെ ആരുടെയെങ്കിലും വിഷയത്തിൽ അവൻ പരിധി ലംഘിച്ചാൽ അവരെ അവൻ താഗൂത്താക്കലായി. ഇൻഷാ അല്ലാഹ് അതിൽ ഓരോന്നും നമ്മൾ വിശദീകരിക്കും. അപ്പൊ താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ ഇബാദത്ത് ചെയ്യണം എന്ന് ദീനിൽ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇബാദത്തിന്റെ വിഷയത്തിൽ അള്ളാഹു നിശ്ചയിച്ച പരിധി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഇബാദത്ത് എന്നതാണ് അള്ളാഹു ദീനിൽ ഇബാദത്തിൽ നിശ്ചയിച്ച പരിധി. അള്ളാഹു മാത്രമാണ് മഅബൂദ്. അള്ളാഹു അല്ലാത്തവരെല്ലാം ആബിദാണ്. അള്ളാഹുവിനെ ആരാധിക്കേണ്ടവരാണ് അവർ. അള്ളാഹു മാത്രമാണ് മഅബൂദ്, ആരാധിക്കപ്പെടേണ്ടവൻ. അപ്പൊ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ. ബാക്കിയുള്ളവരെല്ലാം അള്ളാഹുവിന്റെ ആരാധകന്മാരാണ്, ആബിദീങ്ങളാണ്. ഈ പരിധി ഒരാൾ ലംഘിച്ചാൽ അവൻ ആ ലംഘിച്ച വിഷയത്തിൽ താഗൂത്തുകളെ സ്വീകരിക്കുക. അള്ളാഹു അല്ലാത്തവരെ അവൻ മഅബൂദായി ആരാധ്യനായി സ്വീകരിച്ചാൽ അവൻ താഗൂത്തുകളെ സ്വീകരിക്കലായി. അള്ളാഹു അല്ലാത്ത ആരെ ഇബാദത്ത് ചെയ്താലും അവരൊക്കെ താഗൂത്തുകളാകുമോ? ആ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം വേണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിന്റെ അവസാനത്തേക്ക് അത് മാറ്റിവെക്കാം. അവസാനം അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ അള്ളാഹു അല്ലാത്ത ആരെ ഒരാൾ ആരാധിച്ചാലും അത് താഗൂത്തിന്റെ പരിധിയിലേക്ക് പോകും. ഒന്ന്, മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ. രണ്ടാമതായി മിൻ മഅബൂദിൻ, അടുത്ത വാചകം എന്താ? വമത്ബൂഇൻ ഔ മത്ബൂഇന വമത്ബൂഇന ഔ മത്ബൂഇൻ. അതല്ലെങ്കിൽ പിൻപറ്റപ്പെടുന്നവരുടെ വിഷയത്തിൽ ദീനിൽ അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉലമാക്കളെ പിൻപറ്റുന്നു, അംബിയാക്കളെ പിൻപറ്റുന്നു, മുർസലീങ്ങളെ പിൻപറ്റുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അള്ളാഹു കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. അള്ളാഹു ഹറാമാക്കിയത് മുർസലീങ്ങൾ നമുക്ക് ഹറാമാക്കി അറിയിക്കുന്നു, നമ്മൾ മുർസലീങ്ങളെ പിൻപറ്റുന്നു. അള്ളാഹു ഹലാലാക്കിയത് മുർസലീങ്ങൾ നമുക്ക് ഹലാലാക്കി നിശ്ചയിക്കുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് നമ്മൾ അവരെ പിൻപറ്റുന്നു. അതുപോലെ തന്നെയാണ് പണ്ഡിതന്മാർ അള്ളാഹു ഹലാലാക്കിയത് അവർ നമുക്ക് ഹലാലാക്കി തന്നാൽ നമ്മൾ അവരെ പിൻപറ്റുന്നു. അള്ളാഹു ഹറാമാക്കിയത് അവർ ഹറാമാക്കി നൽകിയാൽ നമ്മൾ അവരെ പിൻപറ്റുന്നു. ഏതെങ്കിലും ഒരു ആലിം അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കിയാൽ അത് പിൻപറ്റാൻ നമുക്ക് അനുവാദമുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കിയാലോ ഹലാലാക്കിയത് ഹറാമാക്കിയാലോ ആ പണ്ഡിതനെ പിൻപറ്റാൻ നമുക്ക് അനുവാദമുണ്ടോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും പിൻപറ്റിയാൽ അള്ളാഹു ഹറാമാക്കിയതിനപ്പുറത്ത് അള്ളാഹു ഹലാലാക്കിയതിനപ്പുറത്ത് തോന്നിയതുപോലെ ഹറാമും ഹലാലും വിധിക്കുന്ന പണ്ഡിതന്മാരെയോ പ്രബോധകന്മാരെയോ നേതാക്കളെയോ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ അവരുടെ വിഷയത്തിൽ ദീൻ നിശ്ചയിച്ച പരിധി കവിഞ്ഞു. മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മത്ബൂഇൻ. ഇത്തിബാഇന്റെ വിഷയത്തിൽ ഹദ് കവിഞ്ഞു, അതവരെ താഗൂത്താക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അള്ളാഹു ഹറാമാക്കിയതിനപ്പുറത്ത് ആരെങ്കിലും ഹലാലാക്കിയാൽ അവരൊരാൾ പിൻപറ്റിയാൽ അവരെ താഗൂത്താക്കലായി. അള്ളാഹു ഹലാലാക്കിയത് ഒരാൾ ഹറാമാക്കിയാൽ അവരെ ആ വിഷയത്തിൽ താഗൂത്താക്കലായി. ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാം. നേരത്തെ പറഞ്ഞ പോലെ പണ്ഡിതന്മാരെന്ന് പറയുന്ന പണ്ഡിത വേഷധാരികൾ ഇസ്ലാമിന്റെ അടിത്തറ പോലും അറിയാത്ത, തൗഹീദ് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത തൗഹീദിനെ ശിർക്കിനെ തൗഹീദായും കോട്ടിമാട്ടുന്നവർ. അങ്ങനെ മുമ്പ് ഒരു പണ്ഡിത വേഷധാരി, ഇന്നും അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ഹദാഹുല്ലാ. തൗഹീദുള്ള ആളുകളുമായി സംവാദം നടത്തുമ്പോൾ തൗഹീദുള്ള ആളുകൾ ചോദിച്ചു പോലും, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ദുആ ചെയ്യാൻ ഖുർആനിൽ നിന്ന് തെളിവോതാൻ പറ്റുമോ? അയാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു എന്നാണ്. ഉണ്ട്, ഖുർആനിൽ തെളിവുണ്ട്. എന്നിട്ട് ഓതാണ് എന്താണ്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഇദല്ല വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. നബിയെ, താങ്കൾക്ക് മുൻപ് അയക്കപ്പെട്ട മുർസലീങ്ങളോട് ചോദിക്കുക, നബിയെ,
അവർക്കാർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടാൻ ഒരു ആരാധന നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക നബിയെ. അങ്ങനെ ഇല്ലല്ലോ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നതാണ് അവരെല്ലാവരും ഒരുപോലെ ക്ഷണിച്ച്. നമ്മൾ കേട്ടു തൊട്ടുമുമ്പത്തായി വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. അങ്ങനെയാണ് ഉള്ളത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഇതിലെവിടെയാണ് തെളിവ്? അയാൾ തെളിവുണ്ടാക്കി. മുൻകാല അമ്പിയാക്കളോട് ചോദിക്കാൻ നബിയോട് പറഞ്ഞിരിക്കുകയാണ്. മുൻകാല അമ്പിയാക്കളാരും ജീവിച്ചിരിപ്പില്ല, അവരെല്ലാം ഖബറിനടിയിലാണ്, മണ്ണിനടിയിലാണ്. അപ്പൊ അവരെ ഖബറുകൾ പോയി ഇസ്തിഗാസ ചെയ്യുക നബിയെ എന്നാണ് നബിയോട് പറഞ്ഞിരിക്കുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ആ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം. ഇതാണ് മുൻഗാമികൾ മനസ്സിലാക്കിയ തൗഹീദ്. അപ്പൊ തൗഹീദിനെ ശിർക്കാക്കുന്ന പുരോഹിതന്മാർ ആ വിഷയത്തിൽ അനുസരിച്ചാൽ അവരെ താഗൂത്താക്കലായി. അനുസരിക്കപ്പെടുന്ന വിഷയത്തിൽ ദീൻ നിശ്ചയിച്ച പരിധി ലംഘിച്ചാൽ എന്താണ് ദീൻ നിശ്ചയിച്ച പരിധി? അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പരിധി ലംഘിച്ചാൽ അവരെ താഗൂത്താക്കലായി. അടുത്ത വാചകം എന്താണ്? മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ. അതുപോലെ തന്നെ അനുസരണത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീൻ നിശ്ചയിച്ച പരിധി ഒരാൾ ലംഘിച്ചാൽ അവരെന്തായി? ആ വിഷയത്തിൽ ആരെയാണോ അനുസരിക്കുന്നത് അവരെ താഗൂത്താക്കല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനപ്പുറത്ത്, അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നതിനപ്പുറത്ത്, അള്ളാഹുവിന്റെ ദീനിനെതിരാണെങ്കിലും നേതാക്കന്മാർ പറഞ്ഞാൽ, നാട് പറഞ്ഞാൽ, വീട്ടുകാർ പറഞ്ഞാൽ, കുടുംബം പറഞ്ഞാൽ, കുടുംബത്തിനെതിരാണ് ദീൻ. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പൊ പുരുഷന്മാർ അവരുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ അവരെങ്ങനെ അനുസരിക്കേണ്ടത്? ഞെരിയാണിക്ക് മുകൾ വസ്ത്രം ധരിക്കുക, ഞെരിയാണിക്ക് താഴെ വീണു പോകുന്ന വസ്ത്രം നരകത്തിലേക്കുള്ളതാണ്, അത് ഹറാമാണ്. ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നുള്ള വിഷയം, ആ വിഷയത്തിൽ അള്ളാഹുവിനുള്ള അനുസരണമാണ്. വീട്ടുകാർക്ക് ഇഷ്ടമല്ല. പരക്കാരൻ ഞെരിയാണിക്ക് മേലെ വസ്ത്രം കയറ്റി കഴിഞ്ഞാൽ വാളെടുത്ത് വരികയാണ്. അവിടെ നമ്മൾ ആരെ അനുസരിക്കാനാണ് ബാധ്യത? അള്ളാഹുവിനെ അനുസരിക്കാനാണ് ബാധ്യത. ലാ ത്വാഗത ലിൽ ഖൽഖി ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ റബ്ബിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു പടപ്പിനെ അനുസരണമല്ല. അതാണ് ദീൻ നിശ്ചയിച്ച അതിര്. ആ വിഷയത്തിൽ അതിര്. അനുസരണത്തിന്റെ വിഷയത്തിൽ ദീൻ നിശ്ചയിച്ച അതിരെന്താണ്? ഹദ് എന്താണ്? ലാ ത്വാഅത ലിൽ ഖൽഖി ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ റബ്ബിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു മഖ്ലൂക്കിനും അനുസരണമില്ല. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഏത് ഹോജയാണെങ്കിലും അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു പടപ്പിനും അനുസരണമില്ല. മുസ്ലിം പുരുഷനാണ്, പ്രായപൂർത്തിയായ പുരുഷനാണ്, താടി മുളക്കുന്നവനാണ്, ശരീരത്തിൽ രോമം മുളക്കുന്നവനാണ്, താടി വടിക്കൽ ഹറാമാണ്. താടി വടിക്കൽ ഹറാമാണ്. നിന്റെ വീട്ടുകാരും നാട്ടുകാരും അതിനെതിരാണെങ്കിലും ആ വിഷയത്തിൽ നീ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനപ്പുറത്ത് വീട്ടുകാരും നാട്ടുകാരെ അനുസരിച്ചാൽ അവരെ താഗൂത്താക്കലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ആധുനിക കാലഘട്ടത്തിൽ ഇതിന്റെ മോഡേൺ വേർഷൻസ് നമുക്ക് കാണാം. ചെറുപ്പക്കാർ, യുവാക്കൾ, കൗമാരക്കാർ അവർ പിൻപറ്റുന്ന ആരെയാണ്? പിൻപറ്റുന്ന വിഷയത്തിൽ അവർ ഹദ് ലംഘിക്കുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. കളിക്കാരെന്ത് കോലം കെട്ടിയാലും അതിൻ്റെ ഒപ്പം മാട്ടം തുള്ളാൻ നമ്മുടെ യുവസമൂഹമുണ്ട്. അവർ മുടി വെട്ടുന്ന പോലെ മുടി വെട്ടാൻ, അവർ പാൻ്റ് ഇറക്കാൻ, അവർ പാൻ്റ് ഊരാൻ വരെ തയ്യാറാകും. ലാ ഹൗല വലാ ഖുവത. അത്രയും വികൃതമായ ഡ്രസ് കോഡാണ് ഇന്ന് സമൂഹം പയറ്റുന്നത്. എന്താണ് ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ ഹെയർ സ്റ്റൈൽ? ഞാനാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ മുടിവെട്ടാൻ ലജ്ജിക്കുമായിരുന്നു, അല്ലേ? മാന്യമായി മുടിവെട്ടില്ലെങ്കിൽ സമൂഹം ഒന്നടക്കം എന്ത് കൊല്ലാണ്ടാതെന്ന് ചോദിക്കുമായിരുന്നു. ഇന്നെന്താ? ഒരു ലജ്ജയുമില്ല. കാരണം എന്താ? സമൂഹത്തിൽ ഇത് വ്യാപകമായി രക്ഷിതാക്കൾക്ക് ചോദ്യം ചെയ്യാൻ വരെ മടിയാണ്. അത്രയും വൃത്തികേട് ആളുകൾക്കിടയിൽ പ്രചാരം നേടി. മുട്ടിനോട്ടുള്ള പാൻറ് ഞാൻ പലപ്പോഴും കളിയാക്കി പറയലുണ്ട്. ഇനി നാളെ പിറ്റേന്ന് മൂട്ടിലോട്ടം വന്നു കഴിഞ്ഞാൽ അതും അനുകരിക്കാൻ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ പിന്നാലെ ഉണ്ടാവും. ഓട്ടയുള്ള പാൻറിട്ട് നടക്കുന്ന സമൂഹം, അല്ലേ? ഒരു കൈ മാത്രം, ഒരു സ്ലീവ് മാത്രം, വേറെ സ്ലീവ് ഇല്ല. സ്ത്രീകളുടെ വേഷമാണ്, പെൺകുട്ടികളുടെ വേഷം. ആണും പെണ്ണും ഒരുപോലെ ബാഗി പാൻറ്റും. മറ്റെന്താ ഇപ്പോഴത്തെ ട്രെൻഡ്? അതാണ്. ആണിനും പെണ്ണിനും ഒരുപോലെ, എല്ലാവർക്കും ലിംഗസമത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ഡ്രസ് കോഡ്. ആരെയാണ് അനുകരിക്കുന്നത്? പെൺകുട്ടികൾ ആരെയാണ് അനുകരിക്കുന്നത്? ആൺകുട്ടികൾ ആരെയാണ് അനുകരിക്കുന്നത്? അനുകരിക്കുന്ന വിഷയത്തിൽ, പിൻപറ്റുന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ ഹദ് ലംഘിക്കപ്പെടുകയാണ്. കളിക്കാരെയും സെലിബ്രിറ്റികളെയും സമൂഹത്തിൽ ഫാഷനായി പ്രചാരം നേടിയതിനും പിന്നാലെ പിൻപറ്റുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഇത്തിബാഇന്റെ ഹദ് മറികടക്കുകയാണ്. പണ്ഡിതന്മാരിൽ ചില പറഞ്ഞു. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലാ മഅബൂദ ബിഹഖ്ഇൻ
ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി ന്യായമായി മറ്റാരുമില്ല. ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹത ആർക്ക് മാത്രം? അല്ലാഹുവിന് മാത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അദ്ദേഹം പറഞ്ഞു ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ റസൂലുള്ളാഹ്. പിൻപറ്റപ്പെടാൻ ന്യായമായ അർഹത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. ആരെക്കാളും നമ്മൾ പിൻപറ്റേണ്ടത് ആരെ മാത്രമാണ്? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ റോൾ മോഡൽ, മാതൃകാ പുരുഷൻ. ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ റസൂലുള്ളാഹ്. അപ്പൊ അനുസരിക്കപ്പെടുന്ന വിഷയത്തിൽ, പിൻപറ്റപ്പെടുന്ന വിഷയത്തിൽ, ആരാധിക്കപ്പെടുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീൻ നിശ്ചയിച്ച അതിർവരമ്പുകൾ ലംഘിച്ചാൽ അതിനെ താഗൂത്തിന്റെ പരിധിയിലേക്കാക്കലായി എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലെ, കൂട്ടുകാർ അവര് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെതിരായ വിധിവിലക്കുകൾ നിസ്കരിക്കണ്ടടാ, ഒരു നേരത്തെ നിസ്കാരങ്ങളാക്കിയ പ്രശ്നമൊന്നുമില്ല, എല്ലാ നേരം 5 വക്തിനും പള്ളി. എന്തപ്പത് ഈ കാലഘട്ടം മാറിയില്ലടോ. 5 നേരം പള്ളി പോയി ഇത്രയൊന്നും മുത്തക്കാവുണ്ടോ? കൂട്ടുകാർ ഓതി കൊടുക്കുകയാണ്. ആരനുസരിക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനയാണോ? 5 നേരം സുബഹി മുതൽ ഇശാ വരെ നീ പ്രായപൂർത്തിയായ പുരുഷനാണോ? മസ്ജിദിൽ വന്ന് നിസ്കരിക്കണം. നീ യാത്രയിലോ അല്ലെങ്കിൽ രോഗമോ മറ്റോ പോലെയുള്ള ശർഈയായ ന്യായമായ അള്ളാന്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ പറ്റുന്ന എക്സ്ക്യൂസ് ഇല്ലെങ്കിൽ നീ മസ്ജിദിൽ വന്ന് 5 നേരം നിസ്കരിക്കും. അള്ളാന്റെ കൽപ്പനയാണത്, അള്ളാഹുവിന്റെ കൽപ്പനയാണത്. താടി വെക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരതിനെതിര് ചെയ്യണ്ട എന്ന് പറഞ്ഞാലും, എതിര് ചെയ്യാൻ പറഞ്ഞാലും നിനക്ക് അനുസരിക്കാൻ അനുവാദമില്ല. അനുസരിച്ചാൽ അള്ളാഹു ദീനിൽ നിശ്ചയിച്ച അനുസരണത്തിന്റെ അതിർവരമ്പ് ലംഘിക്കലായി. അള്ളാഹു ഹറാമാക്കിയതാര് ഹറാമാക്കിയാലും, അള്ളാഹു ഹറാമാക്കിയതാര് ഹലാലാക്കിയാലും, അള്ളാഹു ഹലാലാക്കിയതാര് ഹലാലാക്കിയാലും നമുക്കനുസരിക്കാനോ പിൻപറ്റാനോ ബാധ്യതയില്ല. ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ നിർവചനം. അത്താഗൂതു മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ. ഇബാദത്ത് ചെയ്യപ്പെടുന്നവരുടെ വിഷയത്തിലോ അനുസരിക്കപ്പെടുന്നവരുടെ വിഷയത്തിലോ പിൻപറ്റപ്പെടുന്നവരുടെ വിഷയത്തിലോ ദീനിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചാൽ ആ വിഷയത്തിൽ അവരെ താഗൂത്താക്കലായി. ഈ താഗൂത്തിനെ വെടിയണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളിലൂടെ നമ്മെ അറിയിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ആശയം. എന്നിട്ട് ശൈഖ് പിന്നെയും വിശദീകരിക്കുകയാണ്. വത്തവാഗീതു കസീറത്തുൻ. ഇങ്ങനെയുള്ള ത്വാഗൂത്തുകൾ ധാരാളമുണ്ട്, ത്വാഗൂത്തിന്റെ ഇനങ്ങൾ ധാരാളമുണ്ട്. വറുഊസുഹും ഖംസത്തുൻ. ഈ ത്വാഗൂത്തുകളുടെ തലകൾ, താഗൂത്തുകളുടെ തലപ്പത്തിരിക്കുന്നവർ പ്രധാനമായും 5 വിഭാഗം ആളുകളാണ്, 5 പേരാണ്. ഒന്നാമത്തെ താഗൂത്തുകളുടെ തലവരിൽ തലവൻ ആരാണ്? ഇബ്ലീസു ലഅനഹുല്ലാഹ്. അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയനായ ഇബ്ലീസാണ്. ഇബ്ലീസാണ് താഗൂത്തുകളുടെ നേതാക്കളിൽ നേതാവ്. ഇബ്ലീസിനെ ഇബാദത്ത് ചെയ്യുന്ന രൂപം പണ്ഡിതന്മാർ പറയുന്നു, 2 രൂപത്തിൽ ഇബ്ലീസ് ഇബാദത്ത് ചെയ്യപ്പെടുന്നവനാകും. ഒന്നാമതായി ബിശക്ലിൻ മുബാശർ. ഇബ്ലീസിനെ നേർക്ക് നേരെ ശൈത്താൻ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മുടെ മോഡേൺ കാലഘട്ടത്തിൽ സാത്താനിസ്റ്റുകൾ എന്ന് പറയുന്ന അങ്ങനെ പേര് വിളിക്കുന്ന ആളുകൾ അല്ലേ, ഇല്ലുമിനാത്തീസ്, അവരാ ടീമന്നല്ലേ. ശൈത്താനെ ഞങ്ങൾ ആരാധിക്കുന്നവരാണ്, ശൈത്താനാണ് ഞങ്ങളുടെ ആരാധ്യൻ എന്ന് പറയുന്ന വിഭാഗം നേർക്ക് നേരെ അവർ പിശാചിന്റെ രൂപം കെട്ടുന്നു. അവരുടെ ചുണ്ടു മുറിക്കുന്നു, മൂക്കു മുറിക്കുന്നു, കൊമ്പ് വെക്കുന്നു. കണ്ടാൽ തന്നെ വികൃതമായ ഭീകര രൂപം അവർ ശരീരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കുന്നു. സാത്താനിസ്റ്റുകളാണെന്ന് സ്വയം വാദിക്കുന്നു. പിശാചിനെ ആരാധിക്കുന്നു, പിശാചിനെ പൂജിക്കുന്നു. വ്യക്തമായ ദൃശ്യങ്ങൾ ഇന്നുണ്ട്. ഇത് നേർക്ക് നേരെ പിശാചിനെ ആരാധിക്കലാണ്, പിശാചിനെ താഗൂത്താക്കുന്നതിന്റെ ഉദാഹരണമാണ്. എന്നാൽ അങ്ങനെയല്ലാതെ പിശാചിനെ നേർക്ക് നേരെ ഇബാദത്ത് ചെയ്യാതെ പിശാചിനെ വ്യംഗ്യമായി ആരാധിക്കുന്ന മറ്റൊരു രൂപമുണ്ട്. അതെന്താണ്? പിശാച് അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാൻ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അവൻ അനുസരിക്കുക. എല്ലാ തോന്നിവാസങ്ങളും മനുഷ്യനെ ഭംഗിയാക്കി തോന്നിപ്പിക്കുന്നവരാണ് ശൈത്താനാണ്. അള്ളാഹുവിന്റെ ദീനിനെതിരെ നടക്കാൻ, നിസ്കരിക്കാതിരിക്കാൻ, അള്ളാഹുവിനെ കളിയാക്കാൻ, ഒരു വേള അള്ളാഹു ഇല്ല എന്ന് പറയാൻ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കളിയാക്കാൻ, ദീനിലെ നന്മകളെ നിസാരവൽക്കരിക്കാൻ, ഹറാമുകൾ മെച്ചപ്പെട്ട കാര്യമായി തോന്നിക്കാൻ, ഇതിനൊക്കെ ചിന്തകൾ
നമ്മെ പ്രേരിപ്പിക്കുന്ന വസ്വാസുകൾ ഉണ്ടാക്കുന്ന ആരാണ്? ശൈത്താനാണ്. ശൈത്താൻ ഇട്ടു തരുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ, കുഫറിന്റെയോ ശിർക്കിന്റെയോ ബിദഅത്തുകൾ ശൈത്താന്റെ മറ്റൊരു തന്ത്രമാണ്. നന്മകളുടെ രൂപത്തിലാണ് ബിദഅത്തുകൾ വരിക. നന്മയുടെ വേഷം കെട്ടിയ മഹാതിന്മകൾ, വൻപാപങ്ങളാണ് ബിദഅത്തുകൾ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ കൊണ്ടാടുക. നല്ലതല്ലേ, മൗലൂദല്ലേ, റാത്തീബല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, നന്മയുടെ രൂപത്തിലാണ്, തിന്മകളല്ല. പക്ഷെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല. ചെയ്യാൻ പാടുണ്ടോ? ഇസ്ലാമിൽ അനുവാദമില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അത് അല്ലാഹു തള്ളുന്നതാണ്, അതിന്റെ പേര് ശിക്ഷിക്കപ്പെടുന്നതാണ്. നന്മകൾ ചെയ്തും ശിക്ഷിക്കപ്പെടുന്നവരാണ് ബിദ്അത്തുകൾ ചെയ്യുന്നവർ. അതാണ് അവരുടെ ദുര്യോഗം. ഇങ്ങനെ ദീനിലില്ലാത്തത് നന്മയായി തോന്നിപ്പിക്കുന്നു. ഇതൊക്കെ ആര് ചെയ്യുന്ന പണിയാണ്? ശൈത്താൻ ചെയ്യുന്ന പണിയാണ്. ഇതിന് ശൈത്താൻ നമ്മൾ അനുസരണം കാഴ്ചവെച്ചാൽ ശൈത്താൻ ആരാധിക്കലായി. നേർക്ക് നേരെ നമ്മൾ സാത്താനിസ്റ്റുകളൊന്നും ആവണ്ട. ശൈത്താൻ ആരാധിക്കലായി. ശൈത്താൻ ഓതിത്തരുന്ന ദീനിയായ കാര്യങ്ങളിൽ അവരനുസരിച്ചാൽ അത് ശൈത്താനുള്ള ഇബാദത്തായി. എന്താണ് തെളിവ്? അല്ലാഹു സൂറത്തു യാസീനിൽ നമ്മോട് ചോദിച്ചു, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം. ആദം സന്തതികളെ, നിങ്ങളോട് ഞാൻ കൽപ്പിച്ചില്ലേ, നിങ്ങളോട് ഞാൻ ശാസിച്ചില്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്, ശൈത്താനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചില്ലേ? എന്താണ് ബാക്കി ആയത്ത്? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ശൈത്താനാകട്ടെ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ശൈത്താൻ. യാതൊരു സംശയം വേണ്ട. നിങ്ങളുടെ ശത്രുവായ ശൈത്താൻ, അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചില്ലേ? ഇവിടെ പറഞ്ഞ ഇബാദത്ത് എന്താ? എല്ലാവരും സാത്താനിസ്റ്റുകളായിക്കോളിയെന്നാണോ? ആണോ? എല്ലാവരും ശൈത്താനെ നേർക്കുനേരെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നാണ് അള്ളാഹുട് ഉദ്ദേശിച്ചത്? അതതിന്റെ പ്രഥമ രൂപം, അതിന്റെ ഏറ്റവും കടുത്ത രൂപം. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവ പറഞ്ഞു, ഇവിടെയുള്ള ശൈത്താനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താൻ കൽപ്പിക്കുന്ന ജമീഉ അൻവാഇ ശിർക്കി വൽ കുഫ്രി വൽ ബിദ്അ വൽ മആസി, ശിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തുകളുടെയും തിന്മകളുടെയും എന്തൊക്കെ ഇനങ്ങളുണ്ടോ, ശൈത്താൻ നമുക്ക് ഓതിത്തരുന്ന, ഭംഗിയാക്കി തരുന്ന എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ, ആ വിഷയത്തിൽ ശൈത്താനെ അനുസരിച്ചാൽ ശൈത്താൻ ഇബാദത്ത് ചെയ്യലായി. അതാണ് ശൈത്താനുള്ള ഇബാദത്ത്. ശൈത്താൻ അള്ളാഹു ഹറാമാക്കിയത് നമുക്ക് ഭംഗിയാക്കി തോന്നിച്ചാൽ, അല്ലേ? ശൈത്താന്റെ കാലത്തെ നമ്പർ അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ മനോഹരമായി തോന്നിപ്പിക്കുക. അതെവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് ശൈത്താൻ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ പത്നിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നിടത്ത് തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു അടുക്കരുത്, വലാ തഖറബൂ ഹാദിഹി ഷജറ, അടുക്കരുത്, തിന്നരുത് എന്ന് പറഞ്ഞ മരത്തെ ശൈത്താൻ എന്താണ് ഓമന പേരിട്ട് വിളിച്ചത്? ഷജറത്തുൽ ഖുൽദ്, ശാശ്വതത്വത്തിന്റെ മരം. മുൽക്കുൽ ലാ യബ്ല, നിങ്ങൾ ആ മരത്തിന്ന് ഭക്ഷിച്ചാൽ കാലാകാലം മലക്കുകളെ പോലെ സ്വർഗത്തിൽ ജീവിക്കാം. അള്ളാഹു അടുക്കരുത്, തിന്നരുത് പറഞ്ഞ മരത്തിനെ മുന്തിയ മരം, ശാശ്വതത്വത്തിന്റെ മരം എന്ന് പറഞ്ഞ് നല്ല പേരിട്ട് എന്ത് ചെയ്തു? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഞ്ചിച്ചു. എന്തുണ്ടായി? ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഭാര്യയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മനുഷ്യനുണ്ടായ അന്ന് മുതൽ തുടങ്ങിയ ശൈത്താനി പണി. അത് ഇക്കാലഘട്ടത്തിലും അവൻ നിർബാധം തുടരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ വിലക്കിയ ഗുരുതരമായ തിന്മ, വലാ തഖറബു സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. അതിലേക്കുള്ള പഴുതുകൾ അടച്ച അല്ലാഹു വിലക്കിയ തിന്മ. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒറ്റപ്പെടരുത്, അവർ കാണുക പോലും അരുത്. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീ പൂർണ്ണമായും അവളുടെ മുഖമടക്കം അവൾ മറക്കണം. ഇസ്ലാമിന്റെ ഗുരുതരമായ അധ്യാപനമാണിത്, ഗൗരവമുള്ള അധ്യാപനമാണ്. ആരാണെന്ന് പാലിക്കുന്നത്? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു സമൂഹത്തിൽ? അവിഹിത ബന്ധങ്ങൾ, ഒളിച്ചോട്ടങ്ങൾ, ഇസ്ലാമിൽ നിന്ന് അന്യമതസ്ഥരേക്ക്, കുഫറിലേക്ക് ചേക്കേറുന്ന യുവതി യുവാക്കൾ. എന്തിന്റെ പേരിൽ? പ്രണയത്തിന്റെ പേരിൽ, ഒരു നൈമിഷിക നേരത്തെ സുഖത്തിന്റെ പേരിൽ, വ്യഭിചാരത്തിനു വേണ്ടി, അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഇത്തരം അവിഹിത ബന്ധങ്ങളെ എന്തു പറഞ്ഞിട്ടാണ് ശൈത്താൻ ഭംഗിയുണ്ടാക്കിയെന്ന്? വിശുദ്ധ പ്രണയം, അല്ലേ? ഇപ്പൊ എന്താണ്? ലിവിങ് ടുഗെദർ, കല്യാണമൊന്നും വേണ്ട. പിന്നെന്താ പറയുന്നത്? പവിത്രമായ പ്രണയം, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, സുഹൃത്തുക്കൾ, ഫ്രണ്ട്ഷിപ്പ്. ഈ ജാതി വർത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ കോലം കെട്ടുന്നതും പുരുഷന്മാർ സ്ത്രീകളെ പോലെ കോലം കെട്ടുന്നതും അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതിനെങ്ങനെയാണ് ശൈത്താൻ ഈ ആധുനിക മോഡേൺ എറയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ അവതരിപ്പിച്ചത്? സ്കൂളുകൾക്കിടയിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ. എന്താണ്? ജെൻഡർ ന്യൂട്രാലിറ്റി, ലിംഗസമത്വം, ആണിനും പെണ്ണിനും ഒരുപോലെ അവകാശം, തുല്യം. സ്ത്രീകളുടെ
സൗന്ദര്യം അതവർ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ലജ്ജയെ ശൈത്താൻ എന്ത് വന്നിട്ട് ഊറ്റിയെടുത്തത്? എന്താ ഊറ്റിയെടുത്തത്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്ത്രീകളുടെ അവകാശ സംരക്ഷണം അല്ലേ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൽ കൃത്യമായ ശിക്ഷാ നിയമങ്ങളുണ്ട്. ആ ശിക്ഷാ നിയമങ്ങളെ എന്താ പറയാ, കാലഘട്ടത്തിനെതിര് കാടത്വം, നീചത്വം എന്ന് പറഞ്ഞ് അവര് അതിനെ മോശമാക്കി ചിത്രീകരിച്ച് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യരുടെ അവകാശ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭംഗിയുള്ള പേരുകളുടെ മദ്യവും ലഹരിയും മയക്കുമരുന്നും സർക്കാരിന്റെ ചെലവിൽ അവരുടെ സമ്മതത്തോടു കൂടി ഇവിടെ ഹലാലാക്കപ്പെടുന്നു. എന്തിന്റെ പേരിൽ? എല്ലാറ്റിനും ഓമന പേരുകളുണ്ട്. ആണത്തും അല്ലേ, 2 പപ്പടിക്കാത്തവൻ ആണല്ല എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, കരുതിയിരിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കൾ, ചെറുപ്പക്കാർ, അള്ളാഹുവിന്റെ ദീൻ ഹറാമാക്കി ഏതൊരു തിന്മയും വളരെ മനോഹരമായി ഭംഗിയാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നവരെല്ലാവരും ഒന്നുകിൽ സാക്ഷാൽ ശൈത്താനെ പോലെയുള്ള ജിന്നുകളുടെ ശൈത്താനായിരിക്കും, അല്ലെങ്കിൽ അവന്റെ പണിയെടുക്കുന്ന മനുഷ്യ പിശാചുക്കളായിരിക്കും. യാതൊരു സംശയവുമില്ല. അതിലേക്ക് നമ്മെ നയിക്കുന്ന മനുഷ്യന്മാരുണ്ടോ? നമ്മുടെ കൂട്ടുകാരുടെ രൂപത്തിലുണ്ടാവും ആ പിശാചുക്കൾ, നമ്മുടെ കുടുംബക്കാരുടെ രൂപത്തിലുണ്ടാവും ആ പിശാചുക്കൾ, നമ്മുടെ ബന്ധുക്കളുടെ രൂപത്തിലുണ്ടാകും, നമ്മുടെ ഇടവും വലവും മുമ്പിലും പിന്നിലും ഉണ്ടാകും. അവരെല്ലാം ഈ പൈശാചിക വൃത്തികൾ ഏറ്റെടുക്കുന്നവരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ എന്ന് പറഞ്ഞ ശൈത്താനുള്ള ഇബാദത്ത്. അള്ളാഹു ഹറാമാക്കിയത് ശൈത്താൻ അല്ലെങ്കിൽ അവന്റെ പണിയെടുക്കുന്നവർ ഹലാലാക്കി തന്നാൽ അത് ദീനിനെതിരായ എന്തു കാര്യമാണെങ്കിലും അത് പ്രവർത്തിക്കുക എന്നുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ പണ്ഡിതന്മാർ ചിലർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. സത്യത്തിൽ ഈ ശൈത്താൻ അള്ളാഹുവിന്റെ ദീൻ വിലക്കിയത് ഭംഗിയായി തോന്നിപ്പിക്കുക എന്നത് ശൈത്താന്റെ ഒരു മാസ്മരിസാണ്, ശൈത്താന്റെ വഞ്ചനയാണ്. എന്നാൽ ശൈത്താൻ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഭംഗിയായി തോന്നിപ്പിക്കുന്ന കാര്യം ശൈത്താൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അതിന് ചെയ്യാൻ പേടിയാണ്. ഉദാഹരണത്തിന്, ശൈത്താൻ മാനവരാശിയെ മുഴുവൻ അള്ളാഹു നീ അവധി നീട്ടിത്തരുന്നത് വരെ ഞാൻ പഴപ്പിക്കും എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ എങ്ങനെ? സൂറത്തു സ്വാദിൽ അള്ളാഹു നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, മാനവരാശിയെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ നിനക്ക് ഇഖ്ലാസുള്ള ആളുകളെയോ എല്ലാ പടപ്പുകളെയും ഞാൻ പഴപ്പിക്കും. നിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. അള്ളാന്റെ ഇസ്സത്തിനെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ്. അള്ളാന്റെ ഇസ്സത്തിനെ ബോധ്യമുണ്ട് ശൈത്താന്. എന്നാൽ ശൈത്താൻ പഴപ്പിക്കുന്ന ആളുകൾ അള്ളാഹ് എന്നൊരിക്കൽ പോലും ഉച്ചരിക്കാത്തവരായിരിക്കും. നോക്കൂ നിങ്ങൾ ശൈത്താന്റെ വഞ്ചന നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ശൈത്താൻ സമാനമായ ആയത്തിൽ സൂറത്തുൽ ഹിജ്ർ പറയുന്നുണ്ട്. എന്താണ് ആയത്തിന്റെ തുടക്കം? ഖാല റബ്ബി, ശൈത്താൻ പറഞ്ഞു റബ്ബി, എന്റെ റബ്ബേ, ബിമ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ, നീ എന്നെ പഴപ്പിച്ചുവല്ലോ, നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. ശൈത്താൻ അള്ളാഹു പഴപ്പിച്ചതല്ല, മറിച്ച് ശൈത്താൻ ആ പിഴവുകേടിരുന്ന് വാങ്ങിയതാണ്. നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും നീ വിലക്കിയ തിന്മകൾ ഭംഗിയുള്ളതായി തോന്നും. ശൈത്താൻ പറയണം ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് ഞാൻ എല്ലാം നീ വിലക്കിയതെല്ലാം ഭംഗിയുള്ളതാക്കി തോന്നിപ്പിക്കും. വലഉഗ്വിയന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിനക്ക് ഇഖ്ലാസുള്ള നിന്റെ അടിമകൾ ഒഴികെ. ഇവിടെ റബ്ബേ എന്ന് വിളിച്ചിട്ടാണ് ശൈത്താൻ അള്ളാഹിനോട് പറയുന്നത്. അള്ളാഹു പറയാണ് ഒരിക്കൽ പോലും റബ്ബ് എന്ന് വിളിക്കാത്ത അള്ളാഹുവിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവരാരാണ് പ്രചോദിപ്പിക്കുന്നത്? ഇതേ ശൈത്താനാണ്. ഒരു പക്ഷേ ശൈത്താൻ ഭംഗിയാക്കി തോന്നിപ്പിക്കുന്ന വൃത്തികേടുകൾ, തിന്മകൾ, കുഫ്റും ശിർക്കും ശൈത്താൻ വരെ ചെയ്തിട്ടില്ല. അതാണ് ശൈത്താന്റെ വഞ്ചന. അതുകൊണ്ടാണ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. ഇതാണ് ശൈത്താന്റെ വഞ്ചന. ഇതിൽ ശൈത്താൻ നമ്മൾ അനുസരിച്ചാൽ ശൈത്താനെ താഗൂത്താക്കലായി. എല്ലാ തിന്മകളുടെയും അപ്പോസ്തലൻ സാക്ഷാൽ പിശാചാണ്. അതിൽ അവനെ അനുസരിച്ചാൽ താഗൂത്തുകളുടെ നേതാക്കളുടെ നേതാവിനെ നമ്മൾ അനുസരിക്കലായി, അവനെ ഇബാദത്ത് ചെയ്യലായി. ഇബ്ലീസാണ് താഗൂത്തുകളുടെ നേതാക്കളിൽ ഒന്നാമൻ. രണ്ടാമതായി എന്താണ് ഷെയ്ഖ് പറഞ്ഞത്? വമൻ ഉബിദ വഹുവ റാദിൻ, ആരാണോ അവൻ സ്വയം തൃപ്തിപ്പെട്ടവനായ നിലയിൽ ആരാധിക്കപ്പെടുന്നത് അവൻ. ഉദാഹരണത്തിന് ഒരാൾ അയാളുടെ മുമ്പിൽ വന്ന് ഏതെങ്കിലും പടപ്പുകൾ സുജൂദ് ചെയ്യാണ്, അല്ലെങ്കിൽ റുക്കൂ ചെയ്യുന്നു, അയാളോട് അനുഗ്രഹം തേടുന്നു,
അയാളോട് രോഗം ശമിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. അവന്റെ ഭൗതികവും പാരത്രികവുമായ ആവശ്യങ്ങൾ അയാളുടെ മുമ്പിൽ അയവിറക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും സൃഷ്ടികളുടെ മുമ്പിൽ ഏതെങ്കിലും പടപ്പുകൾ ഇബാദത്ത് ചെയ്യുകയും ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആളുകൾ അത് അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്താൽ അവൻ താഗൂത്തായി. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് പുറത്താക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. അപ്പൊ സ്വയം തൃപ്തി അടയുന്ന നിലയിൽ ആളുകൾ ആരാധിക്കപ്പെട്ടാൽ അവരാണ് താഗൂത്ത്. തങ്ങളെ ആരാധിക്കപ്പെടുന്നവർ തൃപ്തിപ്പെട്ടില്ലെങ്കിലോ അവർ താഗൂത്തുകളല്ല. മനസ്സിലായോ? അപ്പൊ മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷർത്ത് നമ്മൾ വെക്കണം. മൻ ഉബിദ വഹുവ റാദിൻ. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാവരും താഗൂത്തുകളല്ല. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്നാൽ ആരാധന അവർ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിലോ അവരാണ് താഗൂത്തുകൾ. അപ്പൊ അവിടുന്ന് എന്തൊക്കെ പോകും? അമ്പിയാക്കൾ ആരാധിക്കുന്നവരുണ്ട്, അവരെ വിളിച്ചു തേടുന്നവരുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ അള്ളാഹുവിനെ വിളിച്ചു തേടുന്ന പോലെ തേടുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. പുരോഹിതന്മാരുണ്ട്, അതിലേക്ക് ക്ഷണിക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ വിളിച്ചു തേടുന്നു, ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് നബി താഗൂത്താവോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൃപ്തിയില്ല, നബി അത് വിലക്കിയിട്ടുണ്ട്. അവിടുന്നാണ് ഈ ഉമ്മത്തിന് അത് ആദ്യം വിലക്കിയത്. അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങൾ, ഒരുപാട് സ്വാലിഹ്യങ്ങൾ, ഔലിയാക്കൾ, അവരെ വിളിച്ചു തേടും. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു തേടുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ അധിക ആളുകളും. ഈ പറഞ്ഞ കൂട്ടത്തിലെ ഖുറാഫാത്തും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും പേരുന്നവരിൽ അധികവും അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടുന്ന നമ്മുടെ നാട്ടിലെ അധിക ആളുകളും അവര് കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അവരെ വായിൽ അള്ളാനെ വിളിക്കുന്ന പോലെ അതിനപ്പുറത്ത് വരുന്ന വിളിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മമ്പർത്ത തങ്ങളെ കാക്കണേ. മുഹിയുദ്ദീൻ ഷെയ്ഖ് പച്ച മുവഹിദായിരുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, അദ്ദേഹത്തെ വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ അമ്പിയാക്കളെ, മലക്കുകളെ വിളിച്ചു തേടുന്നവർ മലക്കുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവർ ആ ഇബാദത്തിനെ അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്താൽ അവരാണ് ത്വാഗൂത്തുകൾ. അതല്ലാത്ത മലക്കുകളോ അമ്പിയാക്കളോ സ്വാലിഹീങ്ങളോ ഔലിയാക്കളോ അവരെ വിളിച്ചു തേടപ്പെടുന്നു, അവരോട് ഇബാദത്ത് ചെയ്യപ്പെടുന്നു എന്നുകൊണ്ട് അവർ ത്വാഗൂത്തുകളാകുകയില്ല. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൻ ഉബിദ വഹുവ റാദിൻ, സ്വയം തൃപ്തിപ്പെട്ടവനായ നിലയിൽ ആരാധിക്കപ്പെടുന്ന വ്യക്തി. മൂന്നാമത്തെ വിഭാഗം വമൻ ദഅ അന്നാസ ഇലാ ഇബാദത്തി നഫ്സിഹി, തനിക്ക് ഇബാദത്ത് ചെയ്യാൻ ആളുകളെ ക്ഷണിക്കുന്ന ആളുകൾ, തനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കുന്ന ആളുകൾ. ഇതും നമ്മുടെ കേരളമാകുന്ന പൊട്ടക്കിണറ്റിൽ നമുക്ക് കാണാം. ആളുകൾ വന്ന് തങ്ങളുടെ മുമ്പിൽ ആരാധനാ നിമഗ്നരായി തടിച്ചുകൂടുന്നത് ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി ആളുകളെ ക്ഷണിക്കുന്ന, നിന്ന് കൊടുക്കുന്ന ആളുകൾ അല്ലേ? അവരെ കാലിൽ വീഴുന്നു, മുത്തുന്നു, സുജൂദ് ചെയ്യുന്നു, അനുഗ്രഹം വാങ്ങുന്നു, അനുഗ്രഹം കൊടുക്കുന്നു, കറാമത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൊടിയും ഭസ്മൊക്കെ അന്തരീക്ഷത്തിൽ നടക്കുന്നു, തട്ടിപ്പ് കാണിക്കുന്നു. നമ്മുടെ നാട്ടിൽ കാണാം ഇത്തരം ആൾ ദൈവങ്ങളെ. അവർ സ്വയം അവരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു ആളുകളെ. ഇവിടെ നേരത്തെ പറഞ്ഞത് തമ്മിൽ എന്താ വ്യത്യാസം? നേരത്തെ ഈ പറഞ്ഞത് തമ്മിൽ എന്താ വ്യത്യാസം? ഏതാ? അത് ഇത് കഴിഞ്ഞിട്ടാ. അത് ചില മത്തങ്ങൾ മാറ്റമുണ്ട്, അതിന്റെ ഓർഡർ മാറ്റമുണ്ട്. എൻ്റെ കയ്യിൽ ഇത് കഴിഞ്ഞിട്ടാ. നേരത്തെ നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞ ഈ പറഞ്ഞ തമ്മിൽ എന്താ വ്യത്യാസം? തന്നെ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഇവിടെ പറഞ്ഞതോ താൻ ഇബാദത്ത് ചെയ്യപ്പെടാൻ വേണ്ടി തന്നിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആൾ. നേരത്തെ പറഞ്ഞ ആൾ ക്ഷണിക്കണം എന്നില്ല. ആളുകൾ വന്ന് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അയാൾ ക്ഷണിച്ചിട്ടൊന്നല്ല വരുന്നത്, അയാളെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ വന്നതാണ്. പക്ഷെ അയാൾക്ക് തൃപ്തിയാണ്, അയാൾ ഇരുന്ന് കൊടുക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ ആൾ. ഇപ്പറഞ്ഞ ആളോ അയാൾ ആളുകളെ ക്ഷണിക്കുന്നുണ്ട്, അയാളെ ഇബാദത്ത് ചെയ്യാൻ ഒരാളും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ശരി, അവനും താഗൂത്ത് തന്നെയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ഉബിദ വഹുവ റാദിൻ ഫഹുവ താഗൂത്ത് വലൗ ലം യദ്ഉ ഇലാ ഇബാദത്തി നഫ്സിഹി. തന്നെ ആരാധിക്കുന്ന ഒരാൾ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്താൽ അവൻ തന്നെ ആരാധിക്കാൻ വേണ്ടി ആരെയും വിളിച്ച് ക്ഷണിച്ചു വരുത്തിയിട്ടില്ലെങ്കിൽ ശരി, അവൻ താഗൂത്താണ്. ഇതാണ് ആദ്യം പറഞ്ഞത്, തൊട്ടുമ്പ് പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് വമൻ ദഅ ഇലാ ഇബാദത്തി നഫ്സിഹി ഫഹുവ താഗൂത്ത് വലൗ ലം യുഅബദ്. തന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കുകയാണ്, പക്ഷേ ഒരാളും വന്ന് അയാൾക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, എന്നാലും ശരി അയാളും താഗൂത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് താഗൂത്തിന്റെ ഇനങ്ങളിൽ മൂന്നാമത്തെ വർഗം.
തനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കുന്നവർ. ഒരാളും ആരാധനയുമായി അവനിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ശരി, അവനും താഗൂത്തിൽ എണ്ണപ്പെടുന്നതാണ്. നാലാമത്തെ വിഭാഗം വമനിദ്ദഅ ശൈഅൻ മിൻ ഇൽമിൽ ഗൈബ്, അദൃശ്യജ്ഞാനത്തിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും വാദിച്ചാൽ, ഗൈബിയായ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവനും താഗൂത്തുകളിൽ എണ്ണപ്പെടുന്നതാണ്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന മറ്റൊരു ശിർക്കിന്റെയും കുഫറിന്റെയും ഇനമാണിത്. ആളുകൾ താഗൂത്തുകളെ സ്വീകരിക്കുന്ന ഒരു രംഗമാണിത്. എന്താണ് ഗൈബ് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളോ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളോ അറിയാം എന്നൊരാൾ വാദിച്ചാൽ അയാൾ ഗൈബ് വാദിക്കലാണ്. എന്തെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളോ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളോ അറിയാം എന്നൊരാൾ വാദിച്ചാൽ അവൻ ഗൈബ് വാദിയാണ്. ഇതാർക്കറിയൂ? ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ്, അതിന്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ഏതൊരു മുസ്ലിമിന്റെയും ഹൃദയത്തിൽ അതിനുള്ള ഉത്തരം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമേ ഗൈബ് അറിയൂ. അല്ലാഹു ചോദിച്ചില്ലേ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദ് അൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അറിയുന്നവൻ, ആകാശഭൂമികളിലുള്ള രഹസ്യങ്ങളെല്ലാം അദൃശ്യമായ കാര്യങ്ങളെല്ലാം അറിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ചോദിക്കുക നബി, അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ആകാശഭൂമികളിലുള്ള മറഞ്ഞ കാര്യങ്ങളും വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ കാര്യങ്ങൾ സൂക്ഷ്മവും കൃത്യവുമായി അറിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? അല്ലാഹു മാത്രമേ അതറിയൂ. അതറിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവരെ താഗൂത്താക്കലായി, അവർ താഗൂത്തുകളാണ്. ഇതിനും പല രൂപങ്ങളും നമ്മുടെ നാട്ടിൽ കാണാം. ചില ആളുകൾ ചില തങ്ങന്മാരെടുത്തു പോയാൽ, ചില ആൾ ദൈവങ്ങളെന്ന് പറയപ്പെടുന്ന ആളുകളെടുത്തു പോയാൽ നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്നു, നീ കഴിഞ്ഞ വർഷം നിനക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായില്ലേ, നീ ഇന്ന വർഷത്തിലല്ലേ ജനിച്ചത്, നിന്റെ കുടുംബ പേര് ഇതല്ലേ, നിന്റെ ഉപ്പാന്റെ പേര് ഇതല്ലേ, ഉപ്പാന്റെ പേര് ഇതല്ലേ, ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ കഥകളൊക്കെ അവർ പറഞ്ഞു തരുന്നു. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ താഗൂത്താണ്. അവൻ അതിനുവേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ടോ? അതങ്ങനെ പറഞ്ഞിരുന്നുണ്ടല്ലോ, പല മാർഗങ്ങളും. ചിലപ്പോ നമ്മളെ കുറിച്ച് മുമ്പ് അന്വേഷിച്ചിട്ടുണ്ടാകും, വല്ലവരോടും അന്വേഷിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ പിശാചുക്കളെ പൂജിച്ച് അവരോട് സഹായം തേടി ശൈത്താന്മാർ അവൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. മനുഷ്യർക്കറിയാത്ത പലതും ശൈത്താന്മാർ, ജിന്നുകൾ അവർക്കറിയാം. അവരാരാധിക്കുക വഴി, അള്ളാഹുവിന് പുറമെ അവർക്ക് ഇബാദത്ത് ചെയ്യുക വഴി അവരത് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഭാവിയിൽ നിനക്ക് ഇന്നത് സംഭവിക്കും, നിനക്ക് ഇന്ന ജോലി നേടും, നിന്നെ പിന്നെ സ്ഥലത്ത് ചെല്ലും, അവിടെയായിരിക്കും നിന്റെ മരണം. ഇങ്ങനെ ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞകാല ജീവിതത്തിലെ എന്തെങ്കിലും സംഭവവികാസങ്ങളെക്കുറിച്ചോ ആളുകൾ പറഞ്ഞാൽ അവരൊക്കെ ഗൈബ് വാദിക്കുന്നവരാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഇതിന് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. മുൻകാലത്ത് അറബികൾക്കിടയിൽ വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു രൂപമാണ് ഇത്തരത്തിൽ ഭാവി പ്രവചിക്കുന്ന ജ്യോത്സ്യന്മാർ. അവരെന്ത് ചെയ്യും? അവർ തീ കത്തിക്കും, ഒരു തീക്കുണ്ടാരമുണ്ടാക്കും. എന്നിട്ട് അതിന്റെ പുക എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത്, ആ അവസാനിക്കുന്നിടത്തുള്ള വസ്തുക്കളെ നോക്കി കൂട്ടിക്കിഴിച്ച് കണക്കാക്കി അവരെന്ത് ചെയ്യും? അത് നിനക്ക് ചിലപ്പോൾ ഭാവിയിലൊരു അപകടം, അതല്ലെങ്കിൽ ഭാവിയിലൊരു നേട്ടം അവർ കാണുന്ന അല്ലെങ്കിൽ പുക ചെന്നെത്തുന്നതിനെ അവലംബിച്ച് അങ്ങനെ ഭാവിയിലെ നന്മയും തിന്മയും അവർ പ്രവചിച്ചു കൊടുക്കും. മറ്റൊരു രൂപം പണ്ഡിതന്മാർ പറഞ്ഞു, കളങ്ങൾ വരക്കും. നമ്മുടെ നാട്ടിലും കാണാം, പണിക്കന്മാരും ജ്യോത്സ്യന്മാരും എടുത്തു പോകുന്ന മുസ്ലിമീങ്ങൾ കുറവല്ല, വർദ്ധിച്ചു വരികയാണ്. അവർ കളങ്ങൾ വരക്കും, അവരുടെ പ്രത്യേക ബോർഡുണ്ടാവും, അതിൽ കബഡി നിരത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും? കൂട്ടിക്കിഴച്ച് ഭാവി പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ കൈ നോക്കിക്കുന്ന ആളുകൾ, കൈ നോക്കി, അല്ലെ, ഈ നാട്ടിലുണ്ടോ കൈനോട്ടക്കാരികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെ ഉണ്ട്. ഒരു തത്തമ്മേനെയും തൂക്കി ഇങ്ങനെ വരുന്ന അയവ അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പൊ കൈ നോക്കി ഭാവി പ്രവചിക്കുന്നവർ, അവർക്ക് കൈ നീട്ടി വെച്ചു കൊടുക്കുന്നവർ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ പോകുന്ന ആളുകൾ എടുത്തു ചെന്ന് അവരെന്ത് ചെയ്യും? തലങ്ങും വലങ്ങും കുറേ വര വരക്കും. എന്നിട്ട് അതിൽ ഈരണ്ട് വരയായി ഇങ്ങനെ മായ്ച്ചു കളയും. അവസാനം അങ്ങനെ മായ്ച്ച് ബാക്കിയാകുന്നത് ഈരണ്ടായിട്ടാണ് മായ്ക്കുക. രണ്ട് വരയായിട്ട്. ഒറ്റയാണെങ്കിൽ അവനെന്തോ അപകടം സംഭവിക്കാനിരിക്കും, അവസാനം ബാക്കിയാകുന്ന വര. ഇരട്ടയാണോ അവൻ എന്തെങ്കിലും ഷെറ് സംഭവിക്കാനും. ഇങ്ങനെ ഭാവിയെ പ്രവചിച്ചു കൊടുക്കുന്ന ആളുകൾ.
ഏതു രൂപത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്ത് ഭാവി പ്രവചിക്കുന്ന, കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ട സാധനം കിട്ടാൻ വേണ്ടി, മോഷ്ടിക്കപ്പെട്ട സാധനം കിട്ടാൻ വേണ്ടി, അല്ലേ? അതുപോലെ തന്നെ സിഹിർ ബാധിച്ചാൽ ആ സിഹിറിന്റെ രഹസ്യം പുറത്തെടുക്കാൻ വേണ്ടി, ഇങ്ങനെ പല രൂപത്തിൽ പിശാചിന്റെ ശല്യമുണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടി, ഇങ്ങനെ പല രൂപത്തിൽ ഇത്തരത്തിലുള്ള തങ്ങന്മാരാകട്ടെ, ബീവിമാരാകട്ടെ, പണിക്കന്മാരാകട്ടെ, ജ്യോത്സ്യന്മാരാകട്ടെ അവരെ സമീപിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകൾ നമ്മുടെ നാട്ടിലെ ഈ ഇസ്മിന്റെ പണിയെടുക്കുന്ന ടീമിലുണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യം. ഉപ്പാന്റെ പേര് ചോദിക്കും, ആദ്യം അയാളുടെ പേര് ചോദിക്കും, പിന്നെ ഉപ്പാന്റെ പേര് ചോദിക്കും, ഉമ്മാന്റെ പേര് ചോദിക്കും, അങ്ങനെ പലരുടെയും പേര് ചോദിക്കും. ഇങ്ങനെ ഓരോ പേരിനും ഇവരെന്ത് ചെയ്യും? ഓരോ നമ്പർ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഹിസാബുൽ ജുമ്മൽ എന്നാണ് അതിന് അറബിയിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഈ പേരിനെ ഇവർ അറബി അക്ഷരമാലയിലെ ഹുറൂഫുൽ ഹിജായി, ഹുറൂഫുൽ അബ്ജദിയുമായിട്ട് കണക്ട് ചെയ്യും. അലിഫാണെങ്കിൽ അതിനൊന്നാണ് നമ്പർ, ബ ആണെങ്കിൽ 2 നമ്പർ. അങ്ങനെ അറബിയിലുള്ള പേരുകൾക്ക് ഇവർ നമ്പർ ഇടും. എന്നിട്ട് ആ നമ്പർ എന്ത് ചെയ്യും? ഇവർ കുറിച്ച് വെക്കും. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു പ്രത്യേക ഇക്വേഷൻ ഉണ്ടാവും, പ്രത്യേക ഖായിദ ഉണ്ടാവും. അതിനനുസരിച്ച് ഈ നമ്പറുകൾ കൂട്ടിയും കഴിച്ചും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെ ഈ നമ്പറിനോട് യോജിച്ചു വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനോട് യോജിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന സംഭവങ്ങൾ ഭാവിയിൽ ഇന്ന സംഭവങ്ങൾ, അത് ഖൈറാകാം ഷർറാകാം, ഇങ്ങനെ കൂട്ടിക്കിച്ചു പറഞ്ഞു കൊടുക്കും. നമ്മുടെ നാട്ടിലെ ഈ പണിയെടുക്കുന്ന, ഇതിനു വേണ്ടി ആളുകളെ ക്ഷണിക്കുന്ന, അതിന് പ്രചാരം നൽകുന്ന നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ, മൗലവിമാർ ചെയ്യുന്ന രൂപമാണത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതിന്റെ അപകടം ചില്ലറയാണ്. ഇങ്ങനെ ഏത് വേഷത്തിലുള്ളവരാകട്ടെ, ഏതു പേരിലാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഞാൻ പറഞ്ഞല്ലോ, തങ്ങളാകട്ടെ, ബീവിയാകട്ടെ, ജ്യോത്സ്യനാവട്ടെ, പണിക്കരാകട്ടെ, കുറത്തിയാകട്ടെ, കൈനോട്ടക്കാരനാകട്ടെ, കബഡി നിർത്തനാകട്ടെ, കളം വരക്കുന്നവനാകട്ടെ, എന്തുമാകട്ടെ, ആരെടുത്തു പോയാലും കളി നരകം കൊണ്ടുള്ള കളിയാണ്, ഈമാനും കുഫ്റും കൊണ്ടുള്ള കളിയാണ്. ചില്ലറ കളിയാണോ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസഅലഹു ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഒരു ജ്യോത്സ്യന്റെ അടുത്തോ ഭാവി പ്രവചിക്കുന്ന ആളുകളെ കുറിച്ചോ ആളുകളുടെ അടുത്തോ പോവുകയും അവരോട് എന്തെങ്കിലും ചോദിക്കുകയും അവർ പറഞ്ഞത് സത്യപ്പെടുത്തുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ദീനിൽ അവർ കളവാക്കി, ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തുപോയി എന്നാണ്, അവൻ കാഫിറായി എന്നാണ്. ഇങ്ങനെ പറയുന്ന ആരുടെയെങ്കിലും എടുത്തുപോയി അവർ പറഞ്ഞ കഴിഞ്ഞ കാലത്തെ എന്തെങ്കിലും കഥകളോ വരാനിരിക്കുന്ന എന്തെങ്കിലും കഥകളോ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഇനി വേറെ ചില ആളുകൾ പറയും, നമ്മളതിന് വിശ്വസിക്കാനെന്നല്ലേ പോണേ, അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അവർ പറയുന്നു നോക്കാലോ, നമ്മളെക്കുറിച്ച് ഭാവിയിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതുള്ളതാണ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ. വെറുതെ തമാശക്ക്, എന്നിട്ടോ അത് കേട്ട് പൊട്ടിച്ചിരിക്കാൻ, വെറുതെ നേരം പോക്കിന്. നമ്മൾ പറഞ്ഞു വന്നത്, ചില ആളുകൾ ഇത്തരത്തിൽ ഭാവി പ്രവചിക്കുന്നവർ, ജ്യോത്സ്യന്മാർ, അതല്ലെങ്കിൽ കൈനോക്കുന്ന ആളുകൾ, ജാതകം പറയുന്നവർ, ചില മുസ്ലിമീങ്ങൾ വ്യാപകമായി, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിലൊക്കെ മലബാർ ഏരിയ വിട്ടുകഴിഞ്ഞാൽ വ്യാപകമായിട്ടുണ്ട്. അന്യമതസ്ഥർ ജാതകം നോക്കിക്കുന്ന പോലെ മക്കള് വിവാഹപ്രായത്തിയാൽ, മക്കള് പ്രായപൂർത്തിയായാൽ ജാതകം നോക്കിക്കുന്നവർ, ഇങ്ങനത്തെ പണിക്കന്മാരെടുത്ത് പോയി. വ്യക്തിപരമായി എനിക്കറിയുന്ന ആളുകളുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ അവർ പറയുന്നത് വിശ്വസിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തുപോയി. ഷഹാദത്ത് പുതുക്കി കുളിച്ചു വരണം തിരിച്ച്. ഇനി തമാശക്ക് വേണ്ടി അവരെ ടെസ്റ്റ് ചെയ്യാൻ, ഞാൻ തൗഹീദുള്ള ആളാണ്, അവർ പറഞ്ഞ് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഇവരാളുകളെ പറ്റിക്കുന്നവരെ കള്ളത്തരം പൊളിച്ചു കൊടുക്കണമല്ലോ, ഇവരറിയാന്ന് പറഞ്ഞിട്ട് പറയുന്നത് തട്ടിപ്പാണെന്ന് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. തൗഹീദുള്ളവരാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകൾ തമാശക്ക് പോകുന്നു. ഈ മിസ്കീൻ അറിയുന്നുണ്ടോ ഇതിന്റെ അപകടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസഅലഹു. ആരാണ് ഒരു ജ്യോത്സ്യന്റെ അടുത്തോ അല്ലെങ്കിൽ ഭാവി പ്രവചിക്കുന്ന ആളുകളുടെ അടുത്തോ പോകുന്നു, ചോദിച്ചു, അവനോട് ചോദിച്ചു, അവൻ പറഞ്ഞു വിശ്വസിക്കൊന്നും വേണ്ട, ടെസ്റ്റ് ചെയ്യാനാകട്ടെ, തമാശക്കാകട്ടെ, അവന്റെ തട്ടിപ്പ് പിടികൂടാനാകട്ടെ, ചോദിച്ചു, ലം തുഖ്ബൽ ലഹു സ്വലാത്ത 40 യൗമ. അവന്റെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ആ പറഞ്ഞതിനകത്ത് 40 ദിവസം നിസ്കരിക്കാതെ കുത്തിരിക്കണം എന്നാണോ? നിസ്കരിക്കണോന്, നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. തൗബ ചെയ്യണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഗുരുതരമായ തെറ്റാണ്. നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചില്ല.
സ്വീകരിക്കുകയില്ല. ഇനി സ്വീകരിക്കില്ല എന്നുള്ളത് സ്വീകരിക്കാതിരുന്നാലോ അതിനിരട്ടി ശിക്ഷ വേറെ ഉണ്ടാവും. ചില്ലറ കാര്യമാണോ അത്? തമാശക്ക് പോലും ഇത്തരം ആളുകളെടുത്ത് പോയി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവന്റെ ഇബാദത്ത്, അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 നേരത്തെ ഇബാദത്ത് നിസ്കാരം, അത് സ്വീകരിക്കപ്പെടാതെ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഇത് ഇസ്ലാമിന്റെ പടിക്ക് പുറത്തുള്ള പിന്നെ മാരണക്കാരെയും അതുപോലെ തന്നെ പണിക്കന്മാരെയും ജ്യോത്സ്യന്മാരെ കുറിച്ച് മാത്രം പറഞ്ഞതല്ല. തങ്ങന്മാരാകട്ടെ, ബീവികളാകട്ടെ, കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും കഥകളോ വരാനിരിക്കുന്ന എന്തെങ്കിലും കഥകളോ നഷ്ടപ്പെട്ട കാര്യമോ ഭാവിയെക്കുറിച്ചോ എന്തുമാകട്ടെ, അള്ളാഹു മറച്ചുവെച്ച രഹസ്യമായ കാര്യങ്ങൾ, ഒരു മനുഷ്യന് അജ്ഞാതമാകുന്ന കാര്യങ്ങൾ, സാമാന്യ മനുഷ്യന് അറിയാത്ത കാര്യങ്ങൾ, നിഗൂഢമായ കാര്യങ്ങൾ, രഹസ്യങ്ങൾ, ദുരൂഹമായ കാര്യങ്ങൾ, ഇത് ഉണ്ട്, അറിയാം, ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നവൻ ആരാകട്ടെ, ഏത് വെള്ളയും തലയെക്കെട്ട് കെട്ടിയനാണെങ്കിൽ ശരി, എത്ര നീണ്ട താടി ഉണ്ടെങ്കിലും ശരി, അയാളോട് ചോദിച്ചാൽ നമ്മുടെ അമല് 40 സംസ്കാരം പാത്തില്ല പറഞ്ഞ് വിശ്വസിച്ചാൽ ആ ചെയ്യുന്നവൻ എന്നോ കാഫിറായിട്ടുണ്ട്. നമ്മളും അതുവഴി കാഫിറായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് എത്രാമത്തെ ആള്? താഗൂത്തിന്റെ റൂസുകളിൽ 4-മത്തെ അല്ലേ പറഞ്ഞത്? 5-മത്തെ ആൾ വമൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് കൊണ്ടല്ലാതെ വിധിക്കുന്നവൻ, അല്ലാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ വിധിക്കുന്നവൻ, അവൻ താഗൂത്തായി ഗണിക്കപ്പെടുമെന്നാണ്. ഈ വിഷയത്തിൽ അല്പം വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അവൻ അവതരിപ്പിച്ച ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട വിധി. അതേത് രംഗത്താകട്ടെ പാലിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. ചില ആളുകൾക്ക് നിസ്കരിക്കാനും നോമ്പോക്കാനും മാത്രം മതി ഇസ്ലാമിന്റെ വിധി. പിന്നെന്തിനാ വേണ്ടത്? പെണ്ണിട്ടുമ്പോൾ കൈ പിടിച്ചെടുക്കാൻ ഒരു മൈലിയാരുടെ അകമ്പടി, അതിന്റെ ആവശ്യമില്ല, അത് വേറെ കാര്യം. അവിടെയാണ് ദീനി രംഗം. ബാക്കിയുള്ളവർക്കൊന്നും ദീൻ ഇടപെടുന്നില്ല, ദീൻ ഇടപെടേണ്ടതില്ല എന്നാണ് അവന്റെ വിചാരം. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെ നിമിഷാർദ്ധങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പാലിക്കേണ്ടതുണ്ട്. അവന്റെ വസ്ത്രത്തിൽ, അവന്റെ വ്യക്തിജീവിതത്തിൽ, അവന്റെ ഭക്ഷണത്തിൽ, അവന്റെ കച്ചവടത്തിൽ, അവന്റെ മക്കളിൽ, അവന്റെ ഭാര്യയിൽ, ഏത് രംഗത്തും, അവന്റെ രാഷ്ട്രീയത്തിൽ. ഇസ്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്നാണ്. അപ്പൊ ആരെങ്കിലും രാഷ്ട്രീയത്തിലെ തോന്നിവാസങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ പിൻപറ്റുന്ന വലിയ ദീനികൾ എന്ന് പറയുന്നവരോട് നിങ്ങൾ ഇങ്ങനെയുള്ള ദീനിന്റെ ആളായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം കൂടുന്നു എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയം ദീനും തമ്മിൽ ബന്ധമില്ല, നിങ്ങൾ രാഷ്ട്രീയത്തിന് ദീനും തമ്മിൽ കൂട്ടാൻ, അത് വേറെ, അതുവേ ഇത് റേ. ഇസ്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലേ? ആര് പറഞ്ഞു ഇല്ല എന്ന്? ഇസ്ലാമിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ശറഅന്റെ വിധിവിലക്കുകൾക്ക് അനുഗുണമായ രാഷ്ട്രീയമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. അതെവിടെയാണെങ്കിലും കൃത്യമായ രാഷ്ട്രത്തിന്റെ എന്താ പറയാ സംസ്ഥാപനം ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രമായി നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിലാഫത്ത് തുടങ്ങി ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്നും, പ്രത്യേകിച്ച് വിശിഷ്യ മക്കയും മദീനയും നിലനിൽക്കുന്ന രാജ്യത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാകും. ഇസ്ലാമിന്റെ സാമ്പത്തിക നയം, അതൊക്കെ മുമ്പ് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ രംഗത്തും ഇസ്ലാമിന് അധ്യാപനങ്ങളുണ്ട്. അപ്പൊ അവിടെ ഇസ്ലാമിന്റെ വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിധി. നാട്ടുനടപ്പും സമൂഹത്തിൽ പ്രചാരമുണ്ടായതും ആളുകൾക്ക് സർവ്വസമ്മതമുള്ളതും അത് സ്വീകരിക്കുക എന്നുള്ളതല്ല. സ്വത്ത് തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങളിലേക്ക് അപ്പോൾ പോകും കോടതിയിലേക്ക് കേസ് കൊടുക്കാൻ. അയൽവാസിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരസലുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ പോകും കേസ് കൊടുക്കാൻ. തൊട്ടനും പിടിച്ചതിനും പോലീസ് സ്റ്റേഷനും കോടതിയാണ് മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾക്ക്. തൊട്ടനും പിടിച്ചതിനും കേസ് കൊടുക്കാം. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ രമ്യമായി കാര്യങ്ങൾ പരിഹരിക്കാവുന്ന ലളിതമായ പരിഹാര മാർഗങ്ങളുണ്ട്. അതൊന്നും ആവശ്യമില്ല മുസ്ലിം ഉമ്മത്തിന്. വാപ്പിമോനും തെറ്റിയവരെ കോടതി പോവാണ്, പോലീസ് സ്റ്റേഷൻ പോവാണ്. ലാ ഹൗല വലാ ഖുവത. അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിക്കാൻ മുസ്ലിമാണോ അവൻ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിന്നിട്ട് ശബ്ദിക്കാം, ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് അവന് ശബ്ദിക്കാൻ പാടില്ല. മൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹ് ഫഹുവ താഗൂത്ത്. അതാണ് ഇസ്ലാമിന്റെ പാഠം. നോക്കൂ നിങ്ങൾ, അള്ളാഹു അല്ലാത്ത ആളുകളുടെ വിധി, അള്ളാഹു ഇറക്കത് കൊണ്ടല്ലാതെ വിധിക്കുന്നവർ, അവരവസ്ഥ പല രൂപത്തിലുണ്ട്. ഒന്ന്, ഒരു വിധികർത്താവ്, ഒരു ഖാളി, ഒരു ജഡ്ജി, അവൻ അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ വിധിക്കുള്ളൂ. അപ്പൊ കട്ടവന്റെ കൈവട്ടൽ, അതാണ് ഇസ്ലാമിലെ നീതി, അതിനുള്ള ശിക്ഷ. ഒരു മുസ്ലിമിന്റെ പേരുള്ള ഖാളി പറയണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഖാളിയെ കാട്ടി, ഇസ്ലാമിന്റെ പുറത്തുള്ളവരെന്നോ കാഫിറായി നമുക്കറിയാം. എന്നാൽ ഒരു മുസ്ലിം നാമധാരിയായ ഒരു ഖാദി ഇവിടുത്തെ
ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു കാളി ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് കട്ടവർക്കുള്ള ശിക്ഷ നൽകുന്ന ഏറ്റവും മഹത്തായ നിയമം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമേരിക്കയിലെ നിയമമാണ്, അല്ലെങ്കിൽ ഭൗതികമായ ആരെങ്കിലും പടച്ചുണ്ടാക്കിയ നിയമമാണ് എന്ന് പറഞ്ഞ അയാൾ അതുകൊണ്ട് വിധിച്ചാൽ അയാൾ കാഫിറായി, അയാൾ ത്വാഗൂത്തായി, അയാൾ ആ വിഷയത്തിൽ ത്വാഗൂത്തായി. കാരണം അള്ളാഹുവിന്റെ വിധിയല്ല. കട്ടവന്റെ കൈവെട്ടെന്നുള്ളത് നീചത്വമാണ്, കാടത്വമാണ്, കാലഘട്ടത്തിന് യോജിക്കാത്തതാണ്. അത് 14 മുമ്പ് അറേബ്യയിൽ മാത്രം പരിമിതമായ നിയമമാണ് എന്നൊരു കാളി പറഞ്ഞ് ഇക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ നിയമമാണ് വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? കട്ടവനെ അവന് തോന്നിയ പോലെ കക്കാൻ അവസരം ചെയ്തു കൊടുക്കുക. അതാണ് നമ്മളെ നിയമങ്ങൾ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ ഒരാൾ പറഞ്ഞു വിധിച്ചാൽ, ഇസ്ലാമിന്റെ വിധി കൈയൊഴിഞ്ഞാൽ അവൻ കാഫിറാകും, അതോടൊപ്പം തന്നെ അവൻ താഗൂത്തായിത്തീരും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ കുഫ്റാണിത്. രണ്ടാമത്തെ രൂപം, ഒരു ഖാദി അയാൾ പറയുന്നു ഇസ്ലാമിന്റെ വിധികൾ അതേത് രംഗത്തെ വിധികളാകട്ടെ ശിക്ഷാമുറകളാകട്ടെ നല്ലതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളും നല്ലതാണ്. ഞാൻ എന്താ ചെയ്യുന്നത്? ഇസ്ലാമിന്റെ വിധി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് വിധിക്കുക. നമ്മൾ ഈ നാട്ടിലാണല്ലോ ജീവിക്കണം. നമ്മൾ ബഹുസ്വര മതേതരത്വ സെക്യുലർ നാട്ടിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്, ഡെമോക്രറ്റിക്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിധി അനുസരിച്ച് വിധിക്കുക. ഇസ്ലാമിന്റെ നിയമം അങ്ങനെ ശരി, അതല്ലായിരിക്കും. ഞാൻ പക്ഷേ നാട്ടിലെ നിയമം കൊണ്ടേ വിധിക്കുള്ളൂ. എന്താണ് അയാളുടെ അവസ്ഥ? കാഫിറുൻ ബിൽ ഇജ്മാ. അയാളും കാഫിറാണ്, ഇസ്ലാമിന് പുറത്തുമാണ്. ഇസ്ലാമിൽ അയാൾ ബാക്കിയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുകൊണ്ട് അയാൾ ഇസ്ലാമിന് പുറത്താകും, അയാളും താഗൂത്താണ്. രണ്ടാമതായി, ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ, ഒരാൾ പറയാണ് ഞാൻ കട്ടവനെ കൈമുറിക്കുക എന്നുള്ള വിധി, അതിനേക്കാൾ ഞാൻ ചൂസ് ചെയ്യുന്നത് സിജനാണ്, ജയിലാണ്. കാരണം അതാണ് ഇക്കാലഘട്ടത്തിന് യോജിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പ് പറഞ്ഞ ആൾ ഇയാളും പറഞ്ഞ തമ്മിൽ വ്യത്യാസം, ഒരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ വിധി നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിലെ വിധിയാണ്. അള്ളാഹുവിന്റെ വിധിയും ഇതും സമമാണെന്നല്ല, അതിനേക്കാൾ നല്ലത് നാട്ടിലെ വിധിയാണ്. അതുകൊണ്ട് നാട്ടിലെ വിധി ഞാൻ ചൂസ് ചെയ്യുന്നു. ഈ പറയുന്ന മൂന്നാമത്തെ അവസ്ഥ എന്താ? അള്ളാഹിന്റെ വിധിയും നാട്ടിലെ വിധിയും ഒരുപോലെയാണ്, രണ്ടും സമാസമാണ്. ഞാൻ എന്തേ ചെയ്യുന്നുള്ളൂ? നാട്ടിലെ വിധി എടുക്കുന്നുള്ളൂ. ഇവനും എന്താണ്? ഇസ്ലാമിന്റെ ഭാഷയിൽ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്, കാഫിറാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ വിധിയെ മനുഷ്യന്മാരുണ്ടാക്കിയ വിധിയോട് സമപ്പെടുത്തി, അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സമപ്പെടുത്തുന്നതിന് പോലെയാണ്. തൊട്ടുമ്പ് പറഞ്ഞതോ അള്ളാഹുവിന്റെ വിധിയേക്കാൾ മനുഷ്യന്മാരുണ്ടാക്കിയ വിധിയെ മെച്ചപ്പെടുത്തി. അപ്പൊ അള്ളാഹുവിന് എന്താണ് സ്ഥാനം? അള്ളാഹിന്റെ വിധിക്ക് എന്താണ് സ്ഥാനം? ആദ്യം പറഞ്ഞാളോ അയാൾക്ക് ഇസ്ലാമിന്റെ വിധിയെ ബാധകല്ല, അവന് നാട്ടുകാരുണ്ടാക്കിയ സമൂഹമുണ്ടാക്കിയ വിധിയാണ്. ഇസ്ലാമിന് പുല്ലുവില കൽപ്പിക്കുന്നു. അവനെന്താണ് ഇസ്ലാമിൽ സ്ഥാനം? ഈ മൂന്ന് കൂട്ടരും ഈ വിധി കാരണത്താൽ ഇസ്ലാമിന് പുറത്തു പോകും. അവർ താഗൂത്തുകളായി ഗണിക്കപ്പെടും. മൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹ് എന്ന പരിധി. ഇനി അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ വിധിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത താഗൂത്തുകളായി ഗണിക്കപ്പെടാത്തൊരു. അത് നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാം. ആരാണവർ? അവർ അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ വിധിക്കുന്നു. എന്നാൽ അവർ വിധിക്കുന്നത് ഈ വിധിയാണ് ഏറ്റവും നല്ല വിധി എന്ന വിശ്വാസത്തിലല്ല, ഇസ്ലാമിന്റെ വിധിക്ക് സമമാണെന്നുള്ള വിശ്വാസമില്ല അവർക്ക്, ഇതാണ് വേണ്ടതെന്നുള്ള വിശ്വാസമല്ല. മറിച്ച് അത് തന്നെയാണ് ശരി, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ വിധിക്കുന്ന എൻ്റെ നിലനിൽപ്പിന് വേണ്ടി, എനിക്ക് കൈക്കൂലി കിട്ടാൻ വേണ്ടി, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി, ആളുകൾ എന്നെ പറയിക്കാതിരിക്കാൻ വേണ്ടി, ഞാൻ മുസ്ലിം ഉമ്മത്തിൽ കഷ്ടപ്പെട്ട് ജഡ്ജിയായ ആളാണ്, അതുകൊണ്ട് എൻ്റെ ഈ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ആളുകൾ എന്നെ കുറിച്ച് ഈ സമൂഹത്തിലെ ദീനിയായ ജഡ്ജി എന്ന് പറയാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെ പലതും ഭൗതികമായ പലതുമാണ് അയാളുടെ ലക്ഷ്യം. അതല്ലെങ്കിൽ അയാളുടെ ഹവയാണ്, അയാൾക്ക് വിശ്വാസമല്ല ഇത് അള്ളാന്റെ ദീനിന്റെ വിധിയോളം സമമായ വിധിയാണ്, അതിനേക്കാൾ മുന്തിയതാണ്, ഇതാണ് ഏറ്റവും അഭികാമ്യം എന്ന് വിശ്വാസമില്ലാതെ ഭൗതികമായ നക്കാപ്പിച്ചകൾക്ക് വേണ്ടി, തൽപര നേട്ടങ്ങൾക്ക് വേണ്ടി ഒരാൾ വിധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ കുഫ്ർ ചെയ്യുന്നില്ല. മറിച്ച് ആ കുഫറിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ പറഞ്ഞത്, അതുപോലെ തന്നെ ബഹാഖ് റഹിമഹുള്ളയെ പോലെയുള്ളവർ പറഞ്ഞത്, അയാൾ കുഫ്റുൻ ദൂന കുഫ്റിലാണ്, ചെറിയ കുഫ്റിലാണ്, വൻ പാപമാണ്, ഗുരുതരമായ തിന്മയാണ്, തൗബ ചെയ്യാതെ അള്ളാഹു പുറത്തു കൊടുക്കില്ല. പക്ഷേ ഇസ്ലാമിൽ അയാൾ ബാക്കിയോ, ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തു പോകുന്നില്ല. കാരണം അയാൾക്ക് വിശ്വാസമുണ്ട് ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ വിധി തന്നെയാണ് ഏറ്റവും നല്ല വിധി, പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ വിധിക്കാനേ നിർവാഹമുള്ളൂ. അങ്ങനെ അയാൾ വിധിക്കുന്നതാണ്.
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല തെളിവുകളും പറഞ്ഞിട്ടുണ്ട്. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് അല്ലാഹു ഒരിടത്ത് പറഞ്ഞു. ആരാണോ അള്ളാന്റെ വിധി കൊണ്ടല്ലാതെ വിധിക്കുന്നത് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറുകളാണ്. സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ ആയത് തെളിവാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ 3 രൂപത്തിനുള്ള തെളിവ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ സൂറത്തുൽ മാഇദയിലെ അടുത്ത ആയത്തുകളിൽ പറഞ്ഞു ഇതേ വിഷയം. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആരാണോ അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ വിധിക്കുന്നത് അവർ ളാലിമുകളാണ്, കാഫിറുകളല്ല. അവർ മഹാ ഉൽമ ചെയ്തവരാണ്. ആരാണവർ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാതെ അള്ളാഹിന്റെ വിധി കൊണ്ട് വിധിക്കുന്ന ആളുകൾ. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4ാമത്തെ വിഭാഗം. അവരെ കുറിച്ച് തന്നെയാണ് സൂറത്തുൽ മാഇദയിൽ അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ആരാണ് അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ വിധിക്കുന്നത് അവൻ ഫാസിഖുകളാണ്. അപ്പൊ കുടുംബത്തിൽ, വീട്ടിൽ, സ്വന്തം അധികാരപരിധിയിൽ അല്ലെ, ഒരു വീടിന്റെ ഭരണാധികാരി ആരാണ്? വീട്ടുടമസ്ഥനാണ്. വീട്ടിൽ അള്ളാഹിന്റെ വിധിയില്ലാത്ത വിധി നടപ്പിലാക്കുന്നവൻ ഈ പറഞ്ഞ ഗണത്തിലാണ്. ഹവക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധി അതിനെതിരായി എന്തെങ്കിലും അനുവദിച്ചു കൊടുത്താൽ അവന്റെ ഹവ അനുസരിച്ച് അത് ചെയ്യാൻ, മക്കളെ തോന്നിയ പോലെ ഇസ്ലാമിനെതിരായി വളരാൻ, അവര് ആവശ്യപ്പെടുന്ന അനിസ്ലാമികമായ കാര്യങ്ങൾ, സിനിമയാകട്ടെ, സംഗീതമാകട്ടെ, പെൺകുട്ടികളാണെങ്കിൽ ആണുങ്ങളെ പോലെ കോലം കെട്ടുന്നതാകട്ടെ, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ പോലെ നപുംസകങ്ങളാകുന്നതാകട്ടെ, സ്വന്തം വീട്ടിലെ ചെലവിന് കൊടുക്കുന്ന പെൺമക്കളും പെങ്ങന്മാരും അതുപോലെ തന്നെ ഭാര്യമാരും അവരുടെ സൗന്ദര്യം മറച്ചുവെക്കാതെ തോന്നിയതുപോലെ ജീവിക്കാനാകട്ടെ സമ്മതം കൊടുക്കുന്ന, അള്ളാഹുവിന്റെ വിധി അവരുടെ വിഷയത്തിൽ നടപ്പിലാക്കാത്തവരെല്ലാം സ്വന്തം ഹവ അനുസരിച്ച് ഈ ഗുരുതരമായ വൻ പാപം ചെയ്യുന്നവരിലപ്പെടും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ എന്ന് അള്ളാഹു പറഞ്ഞ അവരെ കുറിച്ചാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ ഇത് ഇങ്ങനെ തന്നെ വേർതിരിച്ചു മനസ്സിലാക്കണം. ഇതാണ് റുഊസു തവാഗീത്ത്, ത്വാഗൂത്തുകളുടെ നേതാക്കന്മാർ, തലകൾ എന്ന് ഷെയ്ഖ് ഇവിടെ വിശദീകരിച്ച ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ 5 വിഭാഗം ആളുകൾ. വദ്ദലീലു ഖൗലുഹു തആല, മൊത്തത്തിൽ ഇതിനുള്ള തെളിവ് പിന്നെ ഷെയ്ഖ് താഴെ കൊണ്ടുവരാണ്. സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്ത്. എന്താണത്? ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ബലാത്കാരവുമില്ല. ആരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച് ദീനിൽ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ സാധാരണ നമ്മൾ ഇസ്ലാമിലേക്ക് വന്നവരെ കുറിച്ച്, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആയവർ എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ആ പ്രയോഗം തെറ്റാണ് അല്ലെ. കൺവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബലപ്രയോഗം നടത്തി നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനാണ് കൺവേർട്ട് എന്ന് പറയാം. ഇസ്ലാമിലേക്ക് അവർ ഇസ്ലാം സ്വീകരിച്ചു റിവേർട്ടഡ് എന്നാണ് പറയേണ്ടത്. അപ്പൊ ആ പ്രയോഗം ഈ ആയത്തിനെതിരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്തിനെതിരാണ് ഇസ്ലാമിലേക്ക് കൺവേർട്ടായി എന്ന് പറഞ്ഞത്. ആരും മാറ്റിയതല്ലല്ലോ, അവർ മാറുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാളെയും കൺവേർട്ട് ചെയ്യാൻ, ബലപ്രയോഗം നടത്തി മാറ്റാൻ പറ്റില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, അങ്ങനെയുള്ള ദീന് അള്ളാഹുവിന് ആവശ്യമില്ല. ആ ദീൻ കൊണ്ട് അവന് ഉപകാരമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, മറിച്ച് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വളരെ വ്യക്തമാണ്. ഇസ്ലാമിന്റെ വെളിച്ചം അത് വളരെ വ്യക്തമാണ്. കുഫറിന്റെ ഇരുട്ടിൽ നിന്ന്, ശിർക്കിന്റെ അന്ധകാരത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രകാശം വളരെ വ്യക്തമാണ്. അതേത് ബുദ്ധിയുള്ളവന് മനസ്സിലാകും. അതുകൊണ്ട് ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അള്ളാഹു പറയാണ് ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആരാണോ താഗൂത്തുകളെ നിഷേധിക്കുന്നത്, ആരാണോ താഗൂത്തുകളെ നിഷേധിക്കുന്നത്, ഈ പറഞ്ഞ റുഊസു താഗൂത്ത്, ഈ 5 വിഭാഗവും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തലപ്പത്ത് നിൽക്കുന്ന താഗൂത്തുകൾ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിന്റെ പരിധി നിശ്ചയിച്ചതിനപ്പുറത്ത് ആരാധിക്കപ്പെടുന്നവർ, സ്വയം തൃപ്തരായ നിലയിൽ അനുസരണത്തിന്റെയും പിൻപറ്റലിന്റെയും വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിന് പുറമേ അനുസരിക്കപ്പെടുകയും പിൻപറ്റപ്പെടുകയും ചെയ്യുന്നവർ, ഇങ്ങനെ ഏതൊക്കെ താഗൂത്തുകളുണ്ടോ ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആരാണോ അവരെ നിഷേധിക്കുന്നവൻ, വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിന് മാത്രം ഈമാനും ഇബാദത്തും വകവെച്ചു കൊടുക്കുന്ന മുവഹിദുകൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണോ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവർ ബലവത്തായ ഒരു കയറിലാണ് പിടിച്ചിട്ടുള്ളത്. ഇവിടെ അൽ ഉർവത്തുൽ വുസ്ഖാ എന്നതിന് മുൻഗാമികളെ മുഫസ്സിറുകളിൽ പലരും തഫ്സീറിൽ പറഞ്ഞു ബിൽ ഉർവത്തിൽ വുസ്ഖാ എന്ന് പറഞ്ഞാൽ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചവർ. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ, കലിമത്തു തൗഹീദ്. അപ്പൊ ആരാണോ താഗൂത്തുകളെ നിഷേധിക്കുന്നവൻ, ആരാണോ അള്ളാഹുള്ള ഈമാൻ, അവനുള്ള ഇബാദത്ത് തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്നവൻ, അവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉർവത്തുൽ വുസ്ഖയിൽ ബലവത്തായി പിടിച്ചവൻ. ഇതില്ലാത്തവൻ ഇസ്ലാമില്ല എന്നാണ്. ഇതില്ലാത്തവൻ ഇസ്ലാമിന്റെ അടിത്തറ പൊളിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന വിശ്വാസമാണ്. വിശേഷിച്ച് നമ്മൾ താഗൂത്തിനെ പറ്റി പറഞ്ഞ രംഗം,
അള്ളാഹു എന്നിട്ട് പറയാണ്, ആ ബലവത്തായ വള്ളിയിൽ പിടിച്ചവനാരാണോ ലം ഫിസാമലഹ, ആ വള്ളി ഒരിക്കലും പിരിഞ്ഞു പോകുകയില്ല, ആ കയർ ഒരിക്കലും പിരിയുടയുകയില്ല, അത് വേർപിരിയുകയില്ല. അത്രയും ബലമുള്ള പാശമാണ് തൗഹീദിന്റെ പാശം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പാശം. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അള്ളാഹു എല്ലാം അറിയുന്നവരുമാണ്. ഈ ആയത്തിൽ എന്തിന്റെ വിശദീകരണമുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണമുണ്ട്. ലാ ഇലാഹ വമൻ യക്ഫുർ ബിത്താഗൂത്ത് ഇല്ലല്ലാഹ് യുഅ്മിൻ ബില്ലാഹ്. താഗൂത്തുകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സകല ആരാധ്യന്മാരും അള്ളാഹു പുറമെയുള്ള സകല നിഷേധിക്കലാണ്. യുഅ്മിൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് വകവെച്ച് കൊടുക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറുള്ള ആയത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ വകയുള്ളൂ, അവൻ മാത്രമാണ് അതിനർഹൻ, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകളിൽ നിഷേധിക്കുന്നു. ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറയാൻ മുവഹിദുകൾക്കുള്ള തെളിവാണത്. ഈ ആയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അൽ ഉർവത്തുൽ വുസ്ഖ എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഏറ്റവും ബലവത്തായ പാശം. ഇതാണ് ആയത്തിലുള്ള തെളിവ്. അടുത്തതായി ശൈഖ് ഈ ഗ്രന്ഥത്തിൽ അവസാനിപ്പിക്കുന്നത് ഇതിനുള്ള ഹദീസിൽ നിന്നുള്ള തെളിവ് പറഞ്ഞിട്ടാണ്. വഹാദാ ഹുവ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആയത്തിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാനയാണ്, അർത്ഥമാണ്, വിശദീകരണമാണ്. ഇനി വഫിൽ ഹദീസ്, ഈ പറഞ്ഞ വിഷയത്തിന് ഹദീസിൽ നിന്നുള്ള തെളിവ് എന്താണ്? ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വളരെ സുദീർഘമായ ഒരു ഹദീസാണ്. സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം നബിയെ എന്ന് പറഞ്ഞിട്ട് നബിയോട് മുആദ് റളിയല്ലാഹു അൻഹു ഉപദേശം തേടുകയാണ്. അങ്ങനെ നബി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇസ്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കും, അലാ അദുല്ലുക അലാ റഅസിൽ അംരി വഅമൂദിഹി വദിർവതി സനാമി. ഓ മുആദ്, കാര്യങ്ങളുടെ ഏറ്റവും ശിരസായ കാര്യം, അതിന്റെ തൂൺ, അതിന്റെ പൂഞ്ഞയുടെ ഉന്നതി, ഇത് മൂന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും തലയായ ശിരസാകുന്ന കാര്യം, അതിന്റെ നെടുന്തൂൺ, അതുപോലെ തന്നെ ദിർവത്തു സിനാം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പുറത്തു പൊന്തി നിൽക്കുന്ന അതിന്റെ പൂഞ്ഞയുണ്ടല്ലോ, അതിന്റെ ഉയർന്ന ഭാഗം, അതിന്റെ ടോപ്പിനാണ് ദിർവത്തു സിനാം എന്ന് പറയുക. അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ കാര്യം എന്നാണ്, ഉന്നത ശ്രേണിയുള്ള പരകോടിയിലുള്ള കാര്യം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് മൂന്നും ഞാൻ അറിയിച്ചു തരട്ടെയോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ നബിയെ, താങ്കൾ അറിയിച്ചു തന്നാലും. റഅസുൽ അംരി അൽ ഇസ്ലാം, നിന്റെ കാര്യത്തിന്റെ തല എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇസ്ലാമാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇസ്ലാം കാര്യങ്ങളാണോ? അല്ല, അഷ്ഹഹാദത്താൻ. വേറെ ചില ഹദീസുകളിൽ കാണാം ഇതേ ചോദ്യത്തിന് നബി റഅസുൽ അംരി എന്ന് പറഞ്ഞിട്ട് ഷഹാദത്ത് കലിമകൾ എണ്ണി എന്ന് പറഞ്ഞതായി കാണാം. അതിന്റെ സനദിൽ ചില ദുർബലതകൾ ഉണ്ടെങ്കിലും ആശയപരമായത് ശരിയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ റഅസുൽ അംർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന ഈ ഒരു ഷഹാദത്ത് കലിമയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അതില്ലെങ്കിൽ ഇസ്ലാമിന് തലയില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിന് തല വെട്ടിക്കഴിഞ്ഞാൽ അവന് മരിച്ചു പോകും. ഏതൊരു ജീവിയുടെയും ശിരസ്സറുത്താൽ അത് മരിച്ചു പോകും. അതുപോലെ ഒരു മുസ്ലിമിന് രണ്ട് ഷഹാദത്ത് കലിമ ഇല്ലെങ്കിൽ അവൻ ഇസ്ലാമില്ല. ഇസ്ലാമിന്റെ തല അറുത്തു കളഞ്ഞവൻ, ഇനി അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്, അല്ലേ? അപ്പൊ ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ കാര്യത്തിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വ അമൂദുഹു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചു കഴിഞ്ഞോ? അവന്റെ ഇസ്ലാം തീർന്നോ? ഇല്ല. വ അമൂദുഹു, ആ ഇസ്ലാം ശക്തിപ്പെടണം. അതിന് ശക്തി നൽകുന്ന തൂൺ, ഇസ്ലാമിന്റെ നെടുത്തൂൺ അസ്വലാ, നിസ്കാരമാണ്. നിസ്കാരം എല്ലാ പ്രായപൂർത്തിയായ മുസ്ലിം പുരുഷനും സ്ത്രീക്കും നിർബന്ധമാണ്. പക്ഷേ മറ്റുള്ള ഇബാദത്തുകൾ അങ്ങനെയല്ല, അതിന് ഷർത്തൊക്കണം, അതിന് സാഹചര്യം ഒക്കണം, വേണ്ടേ? നോമ്പ് എല്ലാ ദിവസവും ഇല്ല, വർഷത്തിലൊരു മാസമുള്ളൂ. അതും കഴിവില്ലാത്തവന് നോമ്പെടുക്കാൻ കഴിവില്ലാത്തവന് നോമ്പെടുക്കണ്ട, വിടാൻ അനുവാദമുണ്ട്. എല്ലാം നിസ്കരിക്കാൻ എത്ര കഴിവ് കെട്ടവനാണ്, കഴിവുള്ള പോലെ നിസ്കരിക്കണം. അനങ്ങാൻ വയ്യ, മനസ്സിൽ സങ്കല്പിക്കാനും കഴിയുള്ളൂ, അങ്ങനെ നിസ്കരിക്കണം എന്നാണ്, വിടാൻ അനുവാദം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നെടുംതൂൺ, ശക്തിമത്തായ ഭാഗം നിസ്കാരം എന്ന് പറഞ്ഞത്. ചില്ലറ പ്രയോഗമല്ല അത്. ഇത് വിശദീകരിക്കാൻ തന്നെ ഒരുപാട് സമയം വേണം. വഅമൂദുഹു അസ്സലാ, 5 നേരവും ഒരു മുസ്ലിം അവന്റെ നിത്യജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ നെടുന്തൂൺ. അതില്ലെങ്കിൽ ഇസ്ലാമിനെ അവൻ പൊളിച്ചു കളഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ട്, പക്ഷേ നിസ്കാരം അവൻ അംഗീകരിക്കുന്നില്ല. നിസ്കാര സമയത്തിനല്ല, തോന്നുമ്പോൾ ചൊല്ലിയാ. അത് നിസ്കരിക്കണമെങ്കിൽ തന്നെ വെറുതെ ഇങ്ങനെ യാന്ത്രികമായി തലകുത്തി മറിയലാണ്. നിസ്കാരമില്ലെങ്കിൽ സഹോദര മുസ്ലിമേ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾ ഇസ്ലാമിന്റെ നെടുന്തൂൺ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ നെടുന്തൂൺ കാലാണെന്ന് സങ്കല്പിക്കും. നിങ്ങളെ കാല് വെട്ടിക്കളഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ? എണിച്ച് നിൽക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ചലിക്കാൻ കഴിയുമോ? ഇതുപോലെ
ഇസ്ലാം കൊണ്ട് നിനക്ക് ശക്തി പകരണമെങ്കിൽ, ഇസ്ലാം കൊണ്ട് ശക്തിയുള്ള പ്രബലനായ മുസ്ലിം ആകണമെങ്കിൽ നിനക്ക് നിസ്കാരം വേണം. നിസ്കാരം ഇസ്ലാമിന്റെ നെടുന്തൂണാണ്. വദിർവത്തു സിനാമിഹി അൽ ജിഹാദ്, അതിന്റെ ഏറ്റവും ഉന്നതമായ മഹത്തായ ഇബാദത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അൽ ജിഹാദു ഫീ സബീലില്ലാ. അപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായ ഹദീസ്, ഈ ഹദീസിൽ റഅസുൽ അംരി അൽ ഇസ്ലാം എന്ന ഭാഗമാണ് ഷെയ്ഖ് ഇവിടെ തെളിവായി ഉദ്ധരിച്ച ഭാഗം. ആ ഭാഗമാണ് ശരിക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിനോട് ആപ്റ്റ് ആകുന്നത്. കാരണം നേരത്തെ പറഞ്ഞ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരണമാണ്. അൽ കുഫ്ർ ബിത്വാഗൂത്ത് വൽ ഈമാനു ബില്ലാഹ്, അതിനോട് യോജിക്കുന്ന ഈ ഹദീസിലെ മഹല്ലു ഷാഹിദ് എന്താണ്? ഉപോൽപലകമായ ഭാഗം ഏതാണ്? റഅസുൽ അംരി അൽ ഇസ്ലാം. അതിന് മറ്റൊരു പാഠം കൂടി ആ രംഗത്തുണ്ട്. ഞാൻ അതും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ തന്നെ ഇസ്ലാമിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. എന്താണത്? അൽ ഇസ്ലാമു അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദ് കൊണ്ട് അല്ലാഹുവിന് കീഴൊതുങ്ങലാണ്. വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ, അനുസരണം കൊണ്ട് അള്ളാഹ് പറഞ്ഞത് അനുസരിച്ച് അവന് വിധേയത്വം കാണിക്കലാണ്. വേറെ ആർക്കും അള്ളാഹ്ക്ക് പുറമെ അനുസരണമില്ല അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ. നമ്മൾ നേരത്തെ വിശദീകരിച്ചു. മൂന്നാമതായി വൽ ബറാഅതു മിനശ് ശിർക്കി വഅഹ്ലി, ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അതിന്റെ ആളുകൾ. ശിർക്കിനോട് കുഫറിനോട് നമുക്ക് ബന്ധമില്ല, അതിന്റെ ആൾക്കാരൊക്കെ നമ്മളെ സഹോദരങ്ങളും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തിലുമൊക്കെയാണ്, സഹവർത്തത്തിൽ. മാനുഷികമായ ബന്ധങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് ആദർശപരമായി മതപരമായി അവർക്ക് ആ വിഷയത്തിൽ സഹവർത്തിത്വമില്ല. ബൽ ബറാഅതു മിനശ് ശിർക്കി വഅഹ്ലി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുക. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമാണ് ഒരു മുസ്ലിമിന്റെ തല. റഅസുൽ അംരി അൽ ഇസ്ലാം, തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക, അത്വാഅ, അവന് മാത്രം അനുസരണം വകവെച്ചു കൊടുക്കുക. തീർന്നോ? പോരാ. വൽ ബറാഅതു മിനശ് ശിർക്കി വഅഹ്ലി, ഇസ്ലാമിനെതിരായ കുഫറിന്റെയും ഷിർക്കിന്റെയും വക്താക്കളിൽ നിന്നും ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അകലം പാലിക്കുക, വിടുതൽ പ്രഖ്യാപിക്കുക. ഇതാണ് ഇസ്ലാം. ഇതാണ് ഒരു മുസ്ലിമിന്റെ തല, അവന്റെ ജീവൻ, അതാണ് അവന്റെ ജീവിതം. അതിലായി ജീവിച്ചാണ് അവൻ മരിക്കേണ്ടത്. ഈ ഹദീസ് കൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്. വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അവിടെയും മുസ്ലിം ഉമ്മത്തിന് മഹത്തായ പാഠം കാഴ്ചവെച്ചിട്ടാണ് ഷെയ്ഖ് ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഓരോ വാചകങ്ങളും ഓരോ വാക്കും ഷെയ്ഖ് കുറിക്കുമ്പോഴും വദ്ദലീലു ഖൗലുഹു തആല വദ്ദലീലു മിനൽ ഹദീസ്, ഹദീസിൽ നിന്നും ഖുർആനിൽ തെളിവുദ്ധരിച്ചിട്ടാണ് ഇവിടെ എല്ലാം വിശദമായി സമർപ്പിച്ചത്. എന്നിട്ട് അവസാനം പറഞ്ഞു വല്ലാഹു അഅലം, അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ വല്ലാഹു അലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയും അല്ലാഹു അലം ട്ടോ എന്ന് പറയും. ഉറപ്പുള്ള കാര്യങ്ങൾ അല്ലാഹു അലം കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ പറഞ്ഞിട്ട് അല്ലാഹു അലം എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലേ, അങ്ങനെ തന്നെ അല്ലേ എന്ന് തിരിച്ചു ചോദിക്കും. യഥാർത്ഥത്തിൽ എന്തു കാര്യം പറഞ്ഞാലും, എത്ര ഉറപ്പുള്ള കാര്യങ്ങൾ തെളിവുകൾ കൊണ്ട് നമ്മൾ സിമന്റഡ് പ്രൂഫ് പോലെ സ്ഥാപിച്ചാലും അല്ലാഹു അലം എന്ന് പറയാൻ മുസ്ലിം ബാധ്യസ്ഥനാണ്. കാരണം എന്താ? അവൻ അറിഞ്ഞതും കൃത്യമായി പഠിച്ചതും തെളിവുകൾ കൊണ്ട് സ്ഥാപിച്ചതും ഏറ്റവും നന്നായി അറിയുന്നവനാരാണ്? അൽ അലീമായ, എല്ലാം കൃത്യമായി അറിയുന്ന, സൂക്ഷ്മമായി അറിയുന്ന റബ്ബുൽ ആലമീനാണ്. അതുകൊണ്ട് അല്ലാഹു അലം എന്ന് പറയാൻ അവൻ ശീലിക്കണം. ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ സ്വലാത്തും സലാമും അവിടുത്തെ അസ്ഹാബുകൾക്ക് മേൽ സ്വലാത്തും സലാം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥം അവസാനിപ്പിക്കുകയാണ്. ഇത് അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ്, മഹത്തായ മാതൃകയാണ്. ഹാദാ വല്ലാഹു തആല അഅലം വഅഅല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിച്ചതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും അമൽ ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും ആ മാർഗത്തിൽ ക്ഷമ അവലംബിക്കാനും ഷെയ്ഖിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ അസ്റിലെ ആ 4 പ്രധാനപ്പെട്ട പാഠങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ പ്രാവർത്തികമാക്കുക. ഏകദേശം ഈ മത്തിന് എത്ര പേജ് ഉണ്ടായിരുന്നു? 35 ഒതുങ്ങുന്ന പേജാണ് ഈ മത്തിൻ. നമ്മൾ ഏകദേശം 35ഓളം ദർസ് ഇത് വിശദീകരിക്കാൻ എടുത്തു. നമ്മൾ പ്രധാനമായി അവലംബിച്ചത് ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ല, മദീനയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഏകദേശം 500ഓളം പേജുകളുള്ള ഒരു 450ലേറെ പേജുകളുള്ള ഷർഹാണ് നമ്മൾ പ്രധാനമായി അവലംബിച്ചത്. ഈ ദർസ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്